സിറ്റി പോലീസ് കമ്മീഷണർ ഞെട്ടിപ്പോയി. ആ സിറിഞ്ചിൽ ഒരു പ്രത്യേക നാനോ ടെക്നോളജി ദ്രാവകം മനുഷ്യന്റെ ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ നമ്മുടെ ഭാരതത്തെ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചത് സുവിശേഷമാണ്. ജനത്തിന്റെ ഹൃദയത്തിലെ ചിന്തകളെ മാറ്റിയിട്ട് ഈ ദൂത് അകത്ത് കയറാതിരിപ്പാൻ ഈ രാത്രി പലതിനും മയക്കുന്നു. ഇവിടെ മാത്രമല്ല, പുറത്തുമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ ഹൃദയത്തെ വശീകരിക്കുന്ന ദുരാത്മ മേഖലകൾ ഈ രാത്രി ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. ക്രിസ്തീയ ചരിത്രം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ്. 30-ാമത്തെ തിരുവയസ്സിലാണ് അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് പിടിക്കപ്പെടുന്നത്. ശേഷമുള്ള തൻ്റെ 37 വർഷങ്ങൾ, 67-ാമത്തെ വയസ്സിലാണ് അപ്പോസ്തലനായ പൗലോസ് മരിക്കപ്പെട്ടതെന്ന് ചരിത്രം പറയുന്നു. ആ 37 വർഷം താൻ ദൈവത്തിന് വേണ്ടി അതിശക്തമായി പ്രയോജനപ്പെട്ടു. സ്തേഫാനോസ് എന്ന് പറയുന്ന മനുഷ്യനെ പോലും കൊല്ലുവാൻ വേണ്ടി, നീതിക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി നിന്ന സ്തേഫാനോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യനെ പോലും കൊല്ലുവാനായി മുമ്പിൽ നിന്ന മനുഷ്യനായിരുന്നു ശൗൽ ആയിരുന്ന പൗലോസ്. അതുമാത്രമല്ല, വീടുതോറും കയറി ഇറങ്ങി ഈ മാർഗക്കാരെ നശിപ്പിക്കുവാൻ, മുച്ചോട് മുടിപ്പിക്കുവാൻ മുന്നിട്ടിൽ നിന്ന ദൈവ മനുഷ്യൻ. എന്നാൽ അദ്ദേഹത്തെ ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച യേശു കർത്താവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടപ്പോൾ അന്നു മുതൽ തൻ്റെ 67-ാം വയസ്സുവരെ കർത്താവിന് വേണ്ടി ഒരു ധീര പോരാളിയായിരുന്നു. വിശ്വസ്തയോടെ അനേകായിരങ്ങളെ രക്ഷയിലേക്ക് നയിച്ച് അനേക ആത്മാക്കളെ നേടി കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി കഷ്ടത സഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ ധീരസാക്ഷിയായി അവസാന ശ്വാസം വരെ നിലകൊള്ളുവാൻ ഇടയായി തീർന്നു. എന്തുകൊണ്ട് ഇത് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ, ആമേൻ, 30-ാമത്തെ വയസ്സിൽ ദമസ്കോസിൽ കേട്ട ആ ദൈവ ശബ്ദം തൻ്റെ ചരിത്രത്തെ മാറ്റുവാനിടയായി തീർന്നു. ഞങ്ങൾ ഒരുപോലെ വിശ്വസിക്കുന്നു, ഈ അവസാനത്തെ കടശി രാത്രി നമ്മുടെ ചരിത്രത്തെ തിരിക്കുന്ന ഒരു രാത്രിയാണ്. ദൈവകരങ്ങളിൽ അനേക പ്രിയമുള്ളവർ ശക്തമായി പ്രയോജനപ്പെടുന്ന, അനേകർ കർത്താവിന് വേണ്ടി സമർപ്പിക്കുന്ന, അനേകർ രക്ഷിക്കപ്പെടുന്ന, സ്നാനത്തിനായി സമർപ്പിക്കുന്ന അനേക സഹോദരങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന, ഇന്ന് മുതൽ ആള് മാറിയവരെ പോലെയായ ദൈവത്തെ മനുഷ്യർക്കും കൊള്ളാവുന്ന ഒരു കൂട്ടത്തെ സ്വർഗം ഇറങ്ങി വാർത്തെടുക്കുന്ന അനുഗ്രഹീത രാത്രികാലമാണ് ഇതെന്ന് പറയുമ്പോൾ വിശ്വാസമുള്ളവർ ഉണ്ടെങ്കിൽ കാര്യങ്ങൾ ഉയർത്തിയ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുഗ്രഹീത പ്രഭാഷകനും കർത്താവിൻ്റെ ധീരയോധവുമായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ബൈജു ബാലകൃഷ്ണനെയാണ് കർത്താവ് നമ്മുടെ മധ്യേ അയച്ചിരിക്കുന്നത്. തുടർന്നുള്ള സമയം ഒട്ടും പാഴാക്കി കളയാതെ നമ്മൾ ഒരുമിച്ച് കർത്താവിൻ്റെ ദാസനെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാര്യങ്ങളെ ചേർത്തടിച്ച് കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യുമ്പോൾ വി വെൽക്കം പാസ്റ്റർ ബൈജു ബാലകൃഷ്ണൻ. ഈ ശുശ്രൂഷ ആധികാരികമായിട്ട് ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ വിനീത് അവർകൾ, എന്നെ ഈ ശുശ്രൂഷയ്ക്ക് ക്ഷണിച്ച ഇവിടുത്തെ കോർ ലീഡറായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ബ്രദർ കിഷോർ, അനുഗ്രഹീതമായി കർത്താവിൻ്റെ വേലിലായിരിക്കുന്ന അത്ഭുതകരമായ സാക്ഷ്യത്തിനുടമയായ പാസ്റ്റർ രാജൻ അവർകൾ, എനിക്ക് മുമ്പ് പ്രാർത്ഥനയിൽ സഹായിച്ച പ്രിയ കർത്താവിൻ്റെ ദാസന്മാർ, വളരെ മനോഹരമായിട്ട് സംഗീത ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മാറാനാഥ ഗോസ്പൽ വോയിസ്, അതിലെ പ്രിയപ്പെട്ടവർ, നന്നായി സൗണ്ട് സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്ന പ്രിയപ്പെട്ടവർ, അതിൽ ഡാനി എൻ്റെ ഒരു സുഹൃത്താണ്. ഈ പ്രഭാഷണങ്ങളെ വീഡിയോയിലും ഓഡിയോയും റെക്കോർഡ് ചെയ്യുന്ന പ്രിയ സഹോദരൻ, ഈ ടെൻറ്റിനകത്ത് ദൈവോധന കേൾവിക്കായി വന്നിരിക്കുന്ന ശ്രേഷ്ഠ ദൈവമക്കൾ, പ്രത്യേകിച്ച് ധനുവച്ചവരും ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് ദൈവസഭയുമായി ബന്ധപ്പെട്ട പ്രിയപ്പെട്ടവർ എല്ലാവർക്കും, ഈ പനയമ്പുലം ദേശത്തെ ശബ്ദപരിധിയിൽ ബൈബിൾ വചനങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ലവരായ നാട്ടുകാർ മുഴുവൻ ആളുകൾക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യവും പരിശുദ്ധമായ നാമത്തിലുള്ള ഹൃദയം നിറഞ്ഞ സ്നേഹസന്ധ്യാവന്ദനങ്ങൾ ഇന്ന് രാത്രി അറിയിക്കുന്നു. ഹല്ലേലൂയ. നമുക്കൊന്ന് എഴുന്നേറ്റിട്ട് ഇരുന്നാൽ നന്നായിരിക്കും. എല്ലാവരും ഒന്ന് ക്ഷീണിച്ചു, സമയം ഒത്തിരി പോയതുകൊണ്ടാണ്. എനിക്കറിയാം സമാപന രാത്രി ഇങ്ങനെയൊക്കെ നടക്കൂ. നമുക്കൊന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. കരങ്ങളെന്നൊക്കെ നന്നായിട്ടൊന്ന് ഉയർത്തി ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. പ്ലീസ് പ്ലീസ് ദയവായിട്ടിരുന്നാട്ട്. ചെറിയ മനസ്സിൽ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഈ കോവിഡിന് തൊട്ട് മുമ്പ് ഈ പനയംമൂലം ഞാനൊരു കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഒരു മഹായോഗമായിരുന്നു പനയംമൂല കൺവെൻഷൻ. അവിടെ വന്ന് ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ യോഗം കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ചത്തെ അടുത്ത യോഗം കർമ്മേൽ ഫെസ്റ്റ് ആയിരുന്നു മരിയാപുരം. ആയിരങ്ങൾ തടിച്ചുകൂടി മഹായോഗത്തിൽ 100 കണക്കിന് ആളുകൾ രക്ഷിക്കപ്പെട്ട യോഗങ്ങൾ. അതോടെ കോവിഡുമായി, പിന്നെ വീട്ടിലിരിപ്പായി. ഇപ്പോഴാണ് 1 വർഷമായിട്ട് കാര്യങ്ങളൊക്കെ ഓപ്പണായി തുടങ്ങിയത്. നിങ്ങളൊന്ന് സന്തോഷത്തോടെ ഇരിക്കണം, ഫ്രീ ആയിട്ടിരിക്കണം.
ഞാൻ വന്നപ്പോൾ ഞാൻ കാർ ഒതുക്കിയപ്പോൾ റോഡിൽ ഒത്തിരി സഹോദരന്മാർ, നല്ലവരായ ചെറുപ്പക്കാരെ ഞാൻ കണ്ടു. അവർ ഈ ഗ്രൗണ്ടിലില്ലെന്നേ ഉള്ളൂ. അവർക്ക് ഗ്രൗണ്ടിൽ വരാൻ ബുദ്ധിമുട്ട് കാരണം കൂട്ടുകാരൊക്കെ ഒരുമിച്ചിരുന്ന് കേൾക്കുന്നവർക്കൊരു സന്തോഷം. അങ്ങനെ അവരവിടെ ഇരിക്കുകയാണ്. ഈ ചുറ്റുപാടുമുള്ള പല ഭവനത്തിൻ്റെ ടെറസിൻ്റെ മുകളിൽ ആളുകളുണ്ട്. റൂമിനകത്ത് ജനൽ തുറന്നിട്ട് കേൾക്കുന്നുണ്ട്. ചിലർ പറഞ്ഞു ഇത്രയും ബോക്സ് വെച്ചത് ഭാഗ്യമായി, അവിടെ പോയില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കേൾക്കാം. അങ്ങനെ കേൾക്കുന്ന ധാരാളം ആളുകൾ, നൂറുകണക്കിന് ആളുകളാണെന്ന് രാത്രി സുവിശേഷം ഈ ശബ്ദസീമയിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മന്ത്രവാദിയുടെ കൊച്ചുമകനാകുന്ന കുടുംബക്ഷേത്രം വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന കൂടാരത്തിൽ നിന്ന് ലോകരക്ഷകനായ യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു സുവിശേഷകൻ എന്നുള്ളതിൽ ചാരുതാർത്ഥ്യത്തോടെ നിങ്ങളോടൊന്ന് രാത്രി അസന്നിഗ്ധമായി തിരുവെഴുത്തിൻ്റെ ചില ഭാഗങ്ങൾ വിവരിക്കുവാൻ ദൈവം നൽകിയ അസുലഭ നിമിഷത്തെ ഞാനൊരു പദവിയായി കണ്ടുകൊണ്ട് എല്ലാ മഹത്വവും ദൈവത്തിന് അർപ്പിച്ചെന്ന് രാത്രി സന്ദേശത്തിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ്. ലോക മാനവ ചരിത്രത്തിൽ ഇത്രയും മാനവ ജനതയെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു മതഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അത് ബൈബിളാണ്. കോടാനുകോടി ആളുകളുടെ ജീവിതത്തിൽ സമൂല പരിവർത്തനം വരുത്തിയ, പാപത്തിൻ്റെ ചെളുക്കുഴിയിൽ ആണ്ടുപോയ മനുഷ്യനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുവാൻ പ്രയോജനപ്പെട്ട ഏറ്റവും വലിയ ഗ്രന്ഥം ബൈബിളാണ്, സുവിശേഷമാണ്. ഇവാങ്കലിയോൺ എന്ന വാക്കിൽ നിന്നാണ് ഇവാഞ്ചലിസം എന്ന വാക്ക് വന്നത്. ഇവിടെ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി ബുദ്ധിസം ഇവിടെ വന്നു. അഹിംസയ്ക്ക് വിരോധമായി ഗാന്ധിസം ഇവിടെ വന്നു. മുതലാളിത്തത്തിന് എതിരായി മാർക്സിസം ഇവിടെ വന്നു. പക്ഷേ ഗാന്ധിസത്തിനും ബുദ്ധിസത്തിനും മാർക്സിസത്തിനും ചെയ്യുവാൻ കഴിയാത്തത് ചെയ്യുവാൻ ഇവാഞ്ചലിസത്തിന് കഴിഞ്ഞു. ഇവാങ്കലിയോൺ എന്ന വാക്കിൻ്റെ അർത്ഥം പോയി പറയുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വെള്ളനാടെന്ന സ്ഥലത്ത് നിന്ന് ദൈവം എന്നെ ഇവിടെ അയച്ചത്. ഇവിടെ നിന്ന് ഇന്നത്തെ അധ്യക്ഷനും ഇവിടുത്തെ നടത്തിപ്പുകാരും ഞങ്ങളുടെ നാട്ടിലും വരാറുണ്ട്. ഞങ്ങൾ ലോകരാജ്യങ്ങളിൽ സുവിശേഷം എത്തിക്കുന്ന ആളുകളാണ്. ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് സുവിശേഷകന്മാർ ദൈവം അങ്ങനെ വാർത്തെടുത്തിരിക്കുന്നു. സുവിശേഷത്തിൻ്റെ പ്രാധാന്യം അത്ര പ്രസക്തമാണ്. നമ്മുടെ ഭാരതത്തെ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചത് സുവിശേഷമാണ്. നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ഇടുന്ന പാൻറ് വരെ ഇടാൻ പഠിപ്പിച്ചത് ബ്രിട്ടീഷുകാർ, സുവിശേഷകന്മാരാണ്. അവർ ബ്രിട്ടനിൽ നിന്നും ഇംഗ്ലണ്ടിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമൊക്കെ വന്ന സമയത്ത് അവരുടെ ഉദ്ദേശം മതപരിവർത്തനമായിരുന്നില്ല. ഭാരതത്തിലുള്ള അന്ധകാരം മാറ്റണം, ആത്മിക ഇരുട്ട് മാറ്റണം. അതിനുവേണ്ടി അക്ഷരവിദ്യാഭ്യാസം ഇവിടെ കൊണ്ടുവന്നു, അച്ചടി യന്ത്രങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നല്ല വസ്ത്രമെടുക്കാനുള്ള പഠന രീതി ഇവിടെ കൊണ്ടുവന്നു. പണ്ടത്തെ ആളുകളുടെ വസ്ത്രധാരണ നിങ്ങൾക്കറിയാം. മാറുമറയ്ക്കാൻ സ്ത്രീകൾക്ക് അനുവാദമില്ലാതിരുന്ന ഒരു കാലം നമ്മുടെ ഭാരതത്തിനകത്തുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, നമ്മുടെ രാജ്യം അഖണ്ഡതയ്ക്കകത്ത് കിടന്ന രാജ്യമാണ്. സമൂഹത്തിനകത്ത് ആർക്കും സ്വതന്ത്രമായി ജീവിക്കുവാൻ കഴിയാത്ത ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന നിലയിൽ എത്തിച്ചത് സുവിശേഷമാണെന്നുള്ളതിൽ യാതൊരു രണ്ടു പക്ഷവുമില്ല. ഭാര്യ ഭർത്താവിൻ്റെ ചിതക്കിലേക്ക് ചാരി മടിക്കണമെന്നുള്ള സതിസമ്പ്രദായം നൃത്തം ചെയ്തത് സുവിശേഷകന്മാരുടെ നിർബന്ധത്താലും പ്രാർത്ഥനയാലും രാജാറൻ മോഹൻ റോയ് വിശുദ്ധ ബൈബിൾ പഠിച്ചിട്ടുമാണ് എന്നുള്ളത് ചരിത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നമ്മുടെ രാഷ്ട്രപിതാവായിരിക്കുന്ന ഗാന്ധിജി, അദ്ദേഹം അനുഗ്രഹീതനായ ഒരു വിശ്വാസിയായിരുന്നു. ഒരു വെള്ളിയാഴ്ച ഒരു പ്രാർത്ഥന യോഗത്തിന് പോയി ഇറങ്ങുമ്പോഴാണ് അദ്ദേഹം വെടിയേറ്റം വരുന്നത്. ചരിത്രം പഠിക്കുന്ന ആളുകൾക്കറിയാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഞാൻ അംഗീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ ഗുരുനാഥൻ കർത്താവായ യേശുവാണ്. അദ്ദേഹത്തിൻ്റെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ എന്ന പുസ്തകത്തിൽ അദ്ദേഹം എഴുതി വച്ചിരിക്കുന്നു, ഞാൻ അംഗീകരിച്ച ഏറ്റവും വലിയ ഗുരുനാഥൻ യേശുക്രിസ്തുവാണ്. അദ്ദേഹം എഴുതിയ ഡയറി കുറിപ്പ് 4 വർഷത്തിന് മുൻപ് 31.8 ലക്ഷം രൂപയ്ക്ക് ലേലത്തിന് വിറ്റത് പത്രത്തിൽ വാർത്തയുണ്ടായിരുന്നു. അതിന് പ്രധാനമായ ഭാഗം യേശുവിനെ കുറിച്ചായിരുന്നു. ഹല്ലേലൂയ. നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമായിരുന്ന ഒരു മനുഷ്യനാണ് ശ്രീ സ്വാമി വിവേകാനന്ദൻ. ഞാൻ ഒത്തിരി അദ്ദേഹം അഭിമാനിക്കുന്നു, ആദരിക്കുന്നു. കന്യാകുമാരിയിൽ പാറകടപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ വിഗ്രഹമുണ്ട്. അദ്ദേഹം സ്വാമി വിവേകാനന്ദ ജ്ഞാനദീപം പേജ് 163 163 അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, വോളിയം 1 അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ കണ്ണുനീര് കൊണ്ടല്ല, മറിച്ച് എൻ്റെ ഹൃദയത്തിലെ രക്തം കൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കാലുകൾ കഴുകുമായിരുന്നു. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അടുത്ത ഭാഗം,
അതേ പുസ്തകത്തിൻ്റെ 17-ാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിവരിക്കുന്ന സുവിശേഷ വര്യന്മാർ, ക്രിസ്തീയ മിഷണറിമാർ 100-100മായും 1000-1000മായും ഭാരതത്തിലേക്ക് വരട്ടെ. എന്തെന്നാൽ അവരാണ് ഭാരതത്തിൽ ആത്മീക വെളിച്ചം കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഡോക്ടർ രാധാകൃഷ്ണൻ എഴുതിയിരിക്കുന്ന വിവേകാനന്ദനെ കുറിച്ചുള്ള പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഭാവനയിൽ കാണുന്ന ഏതു ദൈവത്തെക്കാളും നിങ്ങൾക്ക് വിശ്വസിക്കുവാനും അംഗീകരിക്കാൻ കൊള്ളാകുന്ന ദൈവമാണ് യേശു, ഞാനല്ല. ഡോക്ടർ രാധാകൃഷ്ണൻ. ട്രിവാൻഡ്രം പബ്ലിക് ലൈബ്രറിക്കകത്ത് ഈ പുസ്തകങ്ങളുണ്ട്. ഞാനിത് രാത്രി അല്പ സ്പീഡ് പറയുന്നത് 1 മണിക്കൂർ മാത്രമേ എൻ്റെ മുൻപിലുള്ളൂ. എവിടെ കൊണ്ടെത്തിക്കുമെന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഏകദേശം ഒരു ഔട്ട്ലൈൻ ഇന്ന് രാത്രി പറഞ്ഞു നിർത്താനേ നമുക്കിന്ന് രാത്രി കഴിയുകയുള്ളൂ. സന്തോഷമുണ്ടെങ്കിൽ അടുത്തിരിക്കുന്നവർ കൈകൊടുത്ത് പറ, ദൈവം നമ്മോട് സംസാരിക്കാൻ പോവുകയാണ്. പ്രൈസ് ലോർഡ്. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വളരെ ശാന്തരായി ശ്രദ്ധയോടെ മിഠായി എല്ലാം മടക്കി വെച്ച് കൊച്ചുമക്കളാണ്. യേശുപ്പ ഇതൊരു ഉത്സവ പറമ്പൊന്നും അല്ലല്ലോ. പണ്ട് ഉത്സവ പറമ്പിലൊക്കെ ഒരുപാട് ബഹളം കാണിച്ചവരാണ് ഞങ്ങളൊക്കെ. അന്നറിയില്ലായിരുന്നു, പക്ഷേ ഇന്നറിയാം. ഇത് മഹാദൈവത്തിൻ്റെ സാന്നിധ്യമുള്ള ഇടമാണ്. മക്കളെല്ലാം വളരെ ഭയത്തോടെ ഇരിക്കണം. ഹല്ലേലൂയ. നിങ്ങൾക്കൊക്കെ കൗതുകം തോന്നുന്ന ഒരു ചിന്തയാണ് ഇന്ന് രാത്രി ഞാൻ പങ്കുവെക്കുന്നത്. വിശുദ്ധ ബൈബിളിലെ സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള 5 വാക്യങ്ങൾ വായിക്കും. ഒറ്റ പ്രാവശ്യമേ വായനയുള്ളൂ, പിന്നെ 1 മണിക്കൂർ പ്രസംഗമാണ്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 30-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിച്ചോളൂ. ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് 4 ഉറുമ്പ് ബലഹീന ജാതിയെങ്കിലും അത് വേനൽക്കാലത്ത് ആഹാരം സമ്പാദിച്ചു വെക്കുന്നു. കുഴിമുയൽ ശക്തിയില്ലാത്ത ജാതിയെങ്കിലും അത് പാറയിൽ പാർപ്പിടം ഉണ്ടാക്കുന്നു. വെട്ടുകിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെ മണിയണിയായി പുറപ്പെടുന്നു. പല്ലിയെ കൈകൊണ്ട് പിടിക്കാം എങ്കിലും അത് രാജാക്കന്മാരുടെ അരമനകളിൽ പാർക്കുന്നു. ഒരു വാക്ക് കൂടെ പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, ഞങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ഈ ശബ്ദപരിധിയിൽ ബൈബിൾ വചനങ്ങളെ ശ്രദ്ധിക്കുന്ന ധാരാളം ആളുകളുടെ ഹൃദയത്തിൻ്റെ വാതിൽ ഇന്ന് രാത്രി തുറക്കപ്പെടുവാനിടയാക്കണം. ധനുവച്ചപുരം ന്യൂ ഇന്ത്യ ചർച്ച് കൊണ്ട് ദൈവസഭയ്ക്കും ഈ ദേശത്തിലുള്ള സകല മനുഷ്യർക്കും ഈ ശുശ്രൂഷ വിടുതലായി മാറണം. മഹത്വം മുഴുവൻ അങ്ങയ്ക്ക്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ജീവനുള്ള നല്ല പിതാവേ, ഹല്ലേലൂയ. കരവ് ശബ്ദം ഉയർത്തി ഹല്ലേലൂയ. വേദപുസ്തകത്തെ 66 പുസ്തകമായി തരംതിരിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിൽ 39 പുസ്തകങ്ങളും പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും. അതിലൊരു വ്യക്തിയുടെ പ്രായോഗിക ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട, അനുവർത്തിക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ അനുഗ്രഹീതമായ ഗ്രന്ഥമാണ് സദൃശവാക്യങ്ങൾ. ദാവീദ് രാജാവിൻ്റെ മകനായിരുന്നു ശലോമോൻ. അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. സഭാപ്രസംഗം, ഉത്തമഗീതം, സങ്കീർത്തനം, സദൃശവാക്യം, പിന്നെ ചില സങ്കീർത്തനങ്ങളും. ഈ സദൃശവാക്യത്തിൻ്റെ ഒരധ്യായം മുതൽ അവസാന അധ്യായം വരെ ഞങ്ങളുടെ സഭയിൽ ഞാൻ പഠിപ്പിക്കുമ്പോൾ പറയും, ഒരു ദിവസം നിങ്ങൾ മറ്റെന്ത് വായിച്ചില്ലെങ്കിലും സദൃശവാക്യത്തിൻ്റെ ഒരു ഭാഗം വായിച്ചിരിക്കണം, നിർബന്ധം. ഒരു മനുഷ്യൻ ഭാര്യ ഭർത്താവിനോട് എങ്ങനെയായിരിക്കണം, ഭർത്താവ് ഭാര്യയോട് എങ്ങനെയായിരിക്കണം, പുരുഷൻ സ്ത്രീയോട്, സ്ത്രീ പുരുഷനോട്, മാതാപിതാക്കൾ അമ്മയപ്പന്മാരോട്, അമ്മയപ്പന്മാർ മാതാപിതാക്കളോട്, അമ്മയപ്പന്മാർ മക്കളോട്, പിന്നെ മനുഷ്യൻ സമൂഹത്തോട്, എങ്ങനെ മനുഷ്യൻ ദൈവത്തോട് എങ്ങനെ ജീവിക്കണം, എങ്ങനെ പെരുമാറണം, ഭക്ഷണമേശയുടെ മുമ്പിൽ എങ്ങനെയായിരിക്കണം, ഒരു വീട്ടിൽ ചെന്നാൽ എങ്ങനെ ആതിഥ്യം പുലർത്തണം, ഇതെല്ലാം വളരെ വിശദമായി എഴുതിയിട്ടുള്ള പുസ്തകമാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകം. ഈ പുസ്തകത്തിൽ 4 ചിന്തകളാണ് ഇന്ന് രാത്രി സുവിശേഷ ഘോഷണത്തിന് വേണ്ടി ക്രോഡീകരിച്ചിട്ടുള്ളത്. 4 ചിന്തകൾ. 1, ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് 4 ജീവികളുണ്ട്. ഭൂമിയിൽ എത്രയും ചെറിയവയെങ്കിലും അത്യന്തം ജ്ഞാനമുള്ളവയായിട്ട് 4 ജീവികളുണ്ട്. 1-ാമത്തെ ജീവിയുടെ പേരാണ് പറഞ്ഞേ ഉറുമ്പ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ഉറുമ്പിനെ കണ്ടിട്ടുണ്ടോ? ഇവിടെ വന്നിട്ടും കടി കിട്ടിയവരിവിടെ കാണുമായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ആ പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് പോകും. ഈ ഉറുമ്പ്, ഞാൻ ഗുജറാത്തിൽ ചെന്നപ്പോൾ ഉറുമ്പ് അവിടുത്തെ ദൈവമാണ്, അവിടുത്തെ ലോക്കൽ ഏരിയയിലെ ദൈവമാണ്. അവിടെയുള്ള ആളുകൾ ഗോതമ്പ് പൊടി കൊണ്ടുവന്ന് ഉറുമ്പിൻ്റെ മാളത്തിലിട്ടിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാണ്. അവിടെ പട്ടി ദൈവമാണ്, പശു ദൈവമാണ്. അപ്പോൾ പാകിസ്ഥാനികൾക്ക് മീനിൻ്റെ കുളത്തിൽ അരിമേരി വരി അവിടെ നിന്ന് പ്രാർത്ഥിക്കും. കോഴിക്കൂടിൻ്റെ അടുത്ത് വന്നിട്ട് കോഴിക്ക് ഫുഡ് കൊടുത്ത് പ്രാർത്ഥിക്കും. ഓരോ ആളുകൾക്കും ഇവിടുത്തെ പല ജീവികളും ദൈവമാണ്. ഗുജറാത്തികൾക്ക് ഒരു ദൈവമുണ്ട്, ഉറുമ്പ്. പ്രൈസ് ദി ലോർഡ്. എന്തൊരു കഷ്ടമല്ലേ നമ്മുടെ ഭാരതത്തിൻ്റെ അവസ്ഥ. ഈ ഉറുമ്പ് പഠിപ്പിക്കുന്ന പാഠം. 2-ാമത്തെ ജീവി കുഴിമുയലാണ്.
മൂന്നാമത്തെ ജീവി വെട്ടുക്കിളിയാണ്, നാലാമത്തെ ജീവി പല്ലിയാണ്. ഉറുമ്പ് പഠിപ്പിക്കുന്ന പാഠം. അപ്പം നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ വിദ്യാലയങ്ങളിൽ പോയി പഠിച്ച ആളുകളാണ്. അത്യാവശ്യമുള്ള ഡിഗ്രിയൊക്കെ എടുത്ത ആളുകളാണ് ഇവിടെ കൂടുതൽ ആളുകളും. ഇന്ന് ഒരു വിവാഹം അന്വേഷിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് ചെറുക്കൻ വെളുപ്പാണോ കറുപ്പാണോ എന്നുള്ളതല്ല. ബോധമുള്ളവർ ചോദിക്കും ഏതുവരെ പഠിച്ചു എന്നുള്ളതാണ്. സ്നാനപ്പെട്ടതും പെടാത്തൊക്കെ പിന്നെ ആളുകൾ ചോദിക്കുള്ളൂ. ആദ്യം ചോദിക്കുന്നു ഏതുവരെ പഠിച്ചു എന്ന് ചോദിക്കും. അപ്പം നമ്മെ പഠിപ്പിക്കാൻ ഇന്ന് രാത്രി 4 അധ്യാപകർ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ അധ്യാപകൻ്റെ പേരാണ് എന്തോന്ന്? ഒരു ആൻറ്റി ഇരുന്ന് ഉറങ്ങുന്നല്ലോ. പ്രാർത്ഥിച്ചതാ വളരെ ശ്രദ്ധയോടിരിക്കണം. ഒന്നാമത്തെ അധ്യാപകൻ്റെ പേരാണ് ഉറുമ്പ്. നമ്മൾ സ്കൂളിൽ പോയാൽ നമ്മെ പഠിപ്പിക്കുന്ന അധ്യാപകന് കയറി വരുമ്പോൾ നമ്മൾ എന്തോ വിളിക്കും? പറഞ്ഞ രാവിലെ ഗുഡ് മോർണിംഗ് സാർ. അപ്പോൾ ഇന്ന് രാത്രി നമ്മൾ ഉറുമ്പിനെ എന്തോ വിളിക്കണം? ഉറുമ്പ് സാർ എന്ന് പറഞ്ഞ് നമ്മുടെ നാട്ടിൻ പുറമായതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി പറയുമോ ഉറുമ്പ് സാറ്. ഉറുമ്പ് സാർ പഠിപ്പിക്കുന്നൊരു പാഠം, ഞങ്ങൾ വേനൽക്കാലത്ത് കിടന്നുറങ്ങുന്നവരല്ല. വേനൽക്കാലം ഞങ്ങൾ ആഹാരം സമ്പാദിക്കുന്ന ആളുകളാണ്. ആഹാരം, ഞാൻ കുറച്ച് ദിവസം മുമ്പ് എൻ്റെ വൈഫ് മീൻ വൃത്തിയാക്കുന്ന സമയത്ത് ഞാൻ അടുത്തിരുന്നു. നോക്കിയപ്പോൾ വലിയ ചെതുമ്പലിൽ ഒരു ചെതുമ്പൽ 4 പേർ ചേർന്നെടുത്ത് പതിയെ കൊണ്ടുപോയി ഒരു ചാക്കിനകത്ത് കയറി റിട്ടേൺ വരികയാണ്. നോക്കിയപ്പോൾ വരിയായിട്ട് വരുന്നു, അധ്വാനിക്കുകയാണ്, കിട്ടുന്നതൊന്നും കളയാത്തതാണ്. ഈ ഇടയ്ക്ക് ഒരു വീട്ടിൽ ഒരു സംഭവം ഉണ്ടായി. വർഷങ്ങൾക്ക് മുമ്പും ഞാൻ കേട്ടിട്ടുണ്ട്, കഥയിലൂടെയൊക്കെ കേട്ടിട്ടുണ്ട്. തമാശ പോലെയാണെങ്കിലും ഒരു വീട്ടിൽ പഞ്ചസാര എത്ര അടച്ചു വെച്ചാലും ഉറുമ്പ് വരിയായിട്ട് കയറും. അവസാനം നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പറഞ്ഞു, എന്തൊരു കഷ്ടം, എങ്ങനെ ഈ ഉറുമ്പിനെ എന്തെല്ലാം സംവിധാനം ചെയ്തു നോക്കി ഉറുമ്പ് മാറുന്നില്ല. ആ വീട്ടിലെ കൊച്ചുമോൻ പറഞ്ഞു, ഈ അമ്മ മന്ദബുദ്ധി അമ്മ തന്നെ. എന്ത് മക്കളെ, അമ്മ മുളക് പൊടി ഇരിക്കുന്ന ടിന്നിൽ അതിനകത്ത് പഞ്ചസാര നമ്മൾ എഴുതി വയ്ക്കണം. പഞ്ചസാര ടിന്നിൽ മുളക് പൊടി എന്ന് എഴുതി വയ്ക്കണം. അപ്പോൾ ഉറുമ്പ് മാറിക്കേറി ചാവും അമ്മ. അപ്പോൾ അമ്മ പറഞ്ഞു, എന്നാൽ പിന്നെ അങ്ങനെ ചെയ്യാം. നോക്കിയപ്പോൾ ഈ എഴുത്തും വായന അറിഞ്ഞുകൊടുത്ത ഉറുമ്പ് വീണ്ടും പഞ്ചസാരയിലേക്ക് പോയി. ഒരു കാര്യം പറയാം, ഉറുമ്പ് ബുദ്ധിയുള്ള ജീവിയാണ്. ഉറുമ്പ് വേനൽക്കാലത്ത് സമ്പാദിക്കുന്നു. ഈ വേനൽക്കാലത്തെക്കുറിച്ച് പൗലോസ് പറയുന്നത് ഇത് ദുഷ്കാലമാണ്. യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നു ഇത് അന്ത്യകാലമാണ്. ദുഷ്കാലമെന്നും അന്ത്യകാലമെന്നും പറഞ്ഞിരിക്കുന്ന ഈ വേനൽക്കാലത്ത് എല്ലാവരും ശ്രദ്ധിക്കണം. മുഖവരി ഒന്നും കൂടാതെ പ്രസംഗത്തിൽ പ്രവേശിക്കുകയാണ്. മനുഷ്യൻ സമ്പാദിക്കേണ്ട ഒന്നാമത്തെ സമ്പാദ്യം പണമല്ല, ഭൂമിയല്ല, പ്രതാപങ്ങളല്ല, വിദ്യാഭ്യാസമല്ല, പാരമ്പര്യത്തിന് തനിമകളല്ല, പ്രൗഢിയല്ല. മനുഷ്യൻ സമ്പാദിക്കേണ്ട ഒന്നാമത്തെ സമ്പാദ്യം എന്ന് പറയുന്നത് ആത്മരക്ഷയാണ്. ആത്മരക്ഷ സമ്പാദിക്കുക. ബൈബിൾ ചോദിക്കുന്നൊരു ചോദ്യം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ, തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ബൈജു ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്ന ഈ മുമ്പിൽ നിൽക്കുന്ന വ്യക്തിയൊന്നുമല്ല. അദ്ദേഹം വസിക്കുന്ന ഒരു മൺകൂടാരം മാത്രമാണ്. ഇന്ന് രാത്രി ഞാൻ പോകുന്ന വഴിക്ക് മരിക്കുന്നു എന്ന് വിചാരിക്കുക. എൻ്റെ മരണവാർത്ത അറിഞ്ഞത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും നാളെ രാവിലെ എൻ്റെ വീട്ടിൽ വന്നാൽ, സ്തോത്രം, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബൈജു ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളിൻ്റെ ഡെഡ് ബോഡി കുളിപ്പിച്ചോ അല്ലാതെ കിടത്തിയിരിക്കും. ബൈജുപ്പാസ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ വന്നത്. നിങ്ങൾ വരുമ്പോൾ ബൈജുപ്പാസ് അവിടെ കണ്ണടച്ച് കിടക്കും. അപ്പം പിന്നെ ആരാ ഇവിടെ നിന്ന് പോയതെന്ന് ചോദിച്ചാൽ ആ വ്യക്തി സ്പിരിറ്റ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ദേഹം, ദേഹി, ആത്മാവെന്നറിയപ്പെടുന്ന 3 ഘടകങ്ങളിൽ പ്രധാനപ്പെട്ട ആത്മാവെന്ന് പറയുന്നതാണ് വ്യക്തിത്വം. ആ വ്യക്തി വസിക്കുന്ന മൺകൂടാരമാണ് ഈ കാണുന്ന ശരീരം. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒന്നുകൂടെ പറഞ്ഞാൽ, ഇത് പച്ച ഇറച്ചി, ഇത് അഴുകേണ്ട, പുഴുക്കേണ്ട, കത്തേണ്ട ഇറച്ചിയാണെന്നറിയണം. ഇതിൻ്റെ അകത്തൊരു ആത്മാവുണ്ട്. ഈ ആത്മാവാണ് യഥാർത്ഥ മനുഷ്യൻ. ഈ ആത്മാവിനെ ടാറ്റ ബിർല കമ്പനിയുടെ MD 11 നില കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്തു. സിൽക്ക് സാരിയിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തു. നമ്മുടെ നാട്ടിൽ ഉന്നതന്മാർ, ശ്രേഷ്ഠന്മാർ, സമ്പന്നന്മാർ, എത്രയോ ഉന്നത കുലത്തിൽ പിറന്ന ആളുകൾ ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം പാറോട്ടുകുണത്തിനടുത്ത് കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ് ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ ചെല്ലുമ്പോൾ ISROയിലുള്ള ഒരു സീനിയർ ഉദ്യോഗസ്ഥനായിരുന്ന ഒരു മനുഷ്യൻ
നിങ്ങളൊക്കെ ടി വിയിൽ ആ സംഭവം കണ്ടതാണ്, പത്രത്തിൽ വായിച്ചതാണ്. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ കഴുത്തറുത്തിട്ട്, കത്തി കൊണ്ട് കഴുത്തറുത്തിട്ട് അദ്ദേഹം ആ ബോഡി കിടക്കുന്ന ഹാളിൽ തന്നെ ഫാനിൽ തൂങ്ങി ആത്മഹത്യ ചെയ്തു. സ്തോത്രം. അതിരാവിലെ 4 മണിക്കായിരുന്നു ഈ സംഭവം. ഈ ശബ്ദം എന്നെ കൊല്ലുന്നേ എന്നുള്ള അവസാനത്തെ ആ സ്ത്രീയുടെ വിളി കേട്ട് ഒരു വീട്ടിലെ ഒരു പാവപ്പെട്ട ഒരു ആൻറ്റി ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കി. അവർ അവിടെ മരിക്കുന്നു. ഒരു പൈശാചിക ശക്തി ഇവരുടെ ശരീരത്തിൽ കയറുന്നു. ഇവർ മാനസികമായി മാറുന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് കൊണ്ടുപോയത്. അവർ 100% അത്ഭുത സൗഖ്യം പ്രാപിക്കുന്നത് കാണാൻ ദൈവം ഇടയാക്കി. ഞാൻ നോക്കിയപ്പോൾ പാറോട്ടുകുണത്ത് സെന്റിന് 20 ലക്ഷം രൂപ വിൽക്കുന്ന 50 സെന്റ് ഭൂമി, പിന്നെ കോട്ടയത്തും പലയിടത്തും ഇഷ്ടം പോലെ ഭൂമിയുള്ളൊരു ഫാമിലി. തീർന്നില്ല. മക്കൾ അമേരിക്കയിലും ദുബൈയിലും കുവൈറ്റിലും. സ്വത്തിന് ഒരു കുറവുമില്ല. പക്ഷേ ആത്മാവിനെ നഷ്ടമാക്കി കളഞ്ഞു. ഇന്ന് രാത്രിയിലും ചില ആളുകൾ ചിന്തിക്കുന്നുണ്ടാകാം, ഈ സുവിശേഷ യോഗം ഒന്ന് കേട്ടോട്ടെ, ഇതിലും ഏതെങ്കിലും ഒരു ദൈവം എന്നെ സഹായിച്ചില്ലെങ്കിൽ മിക്കവാറും ഞാൻ ആത്മഹത്യ ചെയ്യും. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. സ്തോത്രം ചെയ്യുന്നു. ബ്രദർ അക്ബർ അലി, ഒരു മുസ്ലിം സഹോദരൻ, ബ്രദർ അക്ബർ അലി, എറണാകുളത്തുകാരൻ, സ്തോത്രം ചെയ്യുന്നു. എറണാകുളം ജില്ലയിൽ കുരിശുമുട്ടം എന്നൊരു സ്ഥലത്ത് ഇതുപോലെ ഒരു സുവിശേഷം നടക്കുമ്പോൾ അവിടുത്തെ പാസ്റ്റർ തല്ലാൻ വേണ്ടി കൊട്ടേഷൻ കാശ് മേടിച്ച് വന്നയാളാണ്. അദ്ദേഹം പറഞ്ഞു, എനിക്ക് എൻ്റെ കുടുംബത്തിലെ കടം മാറ്റിയാൽ മതി, കടം തീർക്കണം, കാശ് കൊടുത്തേക്കണം, പക്ഷെ ഞാൻ ജീവിച്ചിരിക്കുന്ന ഉറപ്പില്ല. അദ്ദേഹം ഒരു തെങ്ങിൻ്റെ മുട്ടിൽ മറഞ്ഞു നിന്നു. ഇദ്ദേഹം ഇറങ്ങി പ്രസംഗം കഴിഞ്ഞ് കാറിൽ വന്ന് കയറുന്നതും ഇദ്ദേഹത്തെ കൊലപ്പെടുത്തണം. കത്തി കയ്യിലുണ്ടായിരുന്നു, വാളുണ്ടായിരുന്നു. ഗുണ്ടയായ മനുഷ്യൻ ആ തെങ്ങിന്റെ മൂട്ടിലിരുന്ന് പൊട്ടിക്കരഞ്ഞ് സുവിശേഷത്തിന്റെ സമാപന സമയത്ത് യേശു മാത്രമാണ് ദൈവമെന്ന് പറഞ്ഞ് നഷ്ടപ്പെടുത്തായിരുന്ന തന്റെ ജീവനെ താൻ നേടിയെടുത്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവൻ വിലയുള്ളതാണ്. സർവ്വ ലോകത്തെക്കാൾ വിലപ്പെട്ടതാണ് മനുഷ്യന്റെ ആത്മാവ്. ഇന്ന് രാത്രിയിൽ ഈ ബൈബിൾ പ്രസംഗിക്കുന്നു, ബൈബിൾ പറയുന്നു, ആത്മാവിനെ സമ്പാദിച്ചു കൊള്ളണം. ഹല്ലേലൂയ. ആത്മരക്ഷ വളരെ പ്രധാനപ്പെട്ട വസ്തു തന്നെയാണ്. ഒന്നുകൂടി ആവർത്തിക്കുന്ന വാക്യം, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ജീവനെ നഷ്ടമാക്കിയാൽ അവന് എന്ത് പ്രയോജനം? ഇവിടെ എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ രാജ്യത്ത് എത്രയോ ഉന്നതന്മാർ, ഹെലികോപ്റ്റർ ബിൽഡിങ്ങിന് മുകളിൽ പറന്നിറങ്ങുന്ന ഉന്നതനായ ഒരു മനുഷ്യൻ നമ്മുടെ രാജ്യത്തുണ്ട്. പേര് ഞാൻ പറയുന്നില്ല. ഇവിടുത്തെ ഷോപ്പിംഗ് മാളുകൾ, ഹൈപ്പർ മാർക്കറ്റുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ നിത്യത നഷ്ടപ്പെട്ടാൽ ഇവിടെ അന്ത്യം ഭയാനകമല്ലേ? ഇവർ നിർഭാഗ്യവാന്മാരല്ലേ? നിങ്ങൾ പറയും, എന്തൊരു ഭാഗ്യവാൻ, എന്തൊരു ഭാഗ്യവാൻ. പക്ഷേ ആത്മാവിനെ നേടുന്നവനാണ് ഭാഗ്യവാൻ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് രാത്രി കിഷോറിൻ്റെ ആരാധന നിങ്ങൾ കണ്ടോ? ഈ ദേശത്തുള്ള കിഷോർ വാ തുറന്ന് നിർത്താതെ സ്തുതിക്കുന്ന എന്താ കാര്യം? അദ്ദേഹത്തിന് അറിയാം, ഇവിടെ വലുതായിട്ടൊന്നും കിട്ടിയില്ലെങ്കിലും ഇന്ന് രാത്രി കണ്ണടഞ്ഞാൽ ആ രാജ്യത്ത് ചൊല്ലും, അദ്ദേഹം ആത്മാവിനെ നേടിയത് കൊണ്ടാണ്. ഞങ്ങളുടെ കൂടെ ഇന്ന് രാത്രി സന്തോഷിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ആത്മാവിനെ നേടുക. ആത്മരക്ഷ സമ്പാദിക്കാൻ എന്ത് ചെയ്യണം? ബൈബിളിലെ ചില ചിന്തകൾ. ഒന്ന്, അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 38-ാമത് വാക്യം, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടണം. മാനസാന്തരം എന്ന് പറയുന്നത് മനസ്സിൻ്റെ മാറ്റമാണ്, മതത്തിൻ്റെ മാറ്റമല്ലേ. മതം മാറ്റുക എന്നൊരു സംവിധാനം ക്രൈസ്തവ ജനതയ്ക്കില്ല. ആരോ അറിഞ്ഞോ അറിയാതെ വന്നു കയറിയൊരു ശബ്ദമാണ് മതം മാറ്റൽ. മതം മാറ്റം ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ സഭയിൽ 100-300 വിശ്വാസികൾ ആരാധിക്കുന്നു. ഞാനിതുവരെയും ആരുടെയും മതം മാറ്റിയിട്ടൊന്നുമില്ല. ദൈവത്തിന് ഇന്ന് വരെ ആരുടെയും മതം മാറ്റിയിട്ടില്ല. ഞാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ അവർ കേൾക്കും. രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ ഇളകി തുള്ളി മാറും, മദ്യപാനികൾ മദ്യപാനം മാറും. ഡി അഡിക്ഷൻ സെൻ്ററുകളിൽ പോയിട്ട് നന്നാകാത്ത ചെറുപ്പക്കാരെ ആളുകൾ യേശുവിൻ്റെ സുവിശേഷത്താൽ നന്നാകും. അങ്ങനെ അവർ പറയും, ഞങ്ങൾക്ക് യേശുവിനെ വേണം. ലോകത്തിലെ ഏറ്റവും വലിയ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. അതിൻ്റെ ആർട്ടിക്കിൾ 21 എഴുതിയിരിക്കുന്നു, ഭാരതത്തിലെ ഏത് ഭാരതീയനും പൗരനും ഏത് മതവും സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. നിർബന്ധിക്കേണ്ട കാര്യമില്ല. ഏത് മതം സ്വീകരിക്കാനും അത് പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് ആർട്ടിക്കിൾ 21 ഡോക്ടർ അംബേദ്കർ എഴുതി വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പറയുന്നു, ഇതൊരു മതം മാറ്റ പ്രഖ്യാപനമല്ല, ഇതൊരു മനം മാറ്റ പ്രഖ്യാപനമാണ്. എന്താണ് മനം മാറ്റം? പാപത്തിലേക്ക് നടന്നു നീങ്ങുന്ന മനുഷ്യൻ, നരകത്തിലേക്ക് നടന്നു നീങ്ങുന്ന മനുഷ്യൻ, പൈശാചിക അടിമത്വ ചങ്ങലയ്ക്കകത്ത് ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന മനുഷ്യൻ, ആത്മഹത്യയിലും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും പെട്ട് ആത്മഹത്യയുടെ വക്ക് നിൽക്കുന്ന മനുഷ്യനെ നേർവഴിക്ക് നടത്തുന്ന പ്രക്രിയയാണ് മാനസാന്തരം.
അതുകൊണ്ട് ഇന്ന് രാത്രി ആത്മരക്ഷ സമ്പാദിക്കാൻ ഒന്നാമത് മാനസാന്തരപ്പെടണം. സെക്കൻഡ്, രണ്ടാമത്തെ ചിന്ത അപ്പോസ്തലപ്രവൃത്തി 2-38 വാക്യത്തിൽ തന്നെയുണ്ട്. സ്നാനമേൽക്കണം. പെട്ടെന്ന് പറയാം, സ്നാനമേൽക്കണം. വാട്ട് യു മീൻ ബൈ ബാപ്റ്റിസം? ബാപ്റ്റിസോ എന്ന വാക്കിൽ നിന്നാണ് ബാപ്റ്റിസം എന്ന വാക്ക് വന്നത്. ബാപ്റ്റിസം എന്ന വാക്കിനർത്ഥം കുളിക്കുക, മുങ്ങുക, നിമഞ്ജനം. എൻ്റെ അപ്പൻ ശബരിമലയിലേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹം ശബരിമലയിൽ പോകുമ്പോൾ പമ്പാ നദിയിൽ സ്നാനം ചെയ്തു എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പൊങ്ങിപ്പോയെന്നാണ്. തലയിൽ വെള്ളം തളിച്ചു എന്നൊരു ചിന്ത സ്നാനം എന്ന വാക്കിനില്ല. അങ്ങനെ തളിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ മാനസിക രോഗമെന്നല്ലാതെ മറ്റൊന്നും പറയാൻ പറ്റില്ല. സോറി, എൻ്റെ വാക്കുകൾ നിങ്ങൾ ക്ഷമിക്കുക. സ്നാനം വെള്ളത്തിലാണ് സ്നാനം. ആരാണ് സ്നാനപ്പെടേണ്ടത്? അപ്പോസ്തലപ്രവൃത്തി 2:38 മാനസാന്തരപ്പെട്ടവർ സ്നാനപ്പെടണം. ആരാണ് സ്നാനപ്പെടേണ്ടത്? അപ്പോസ്തലപ്രവൃത്തി 8:39 അവിടെ വായിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, യേശുവിനെ ദൈവപുത്രനെന്ന് അംഗീകരിക്കുന്നവർ സ്നാനപ്പെടണം. ആര് സ്നാനപ്പെടണം? മർക്കോസ് 16:15 വിശ്വസിക്കുവാൻ പ്രായമായവർ സ്നാനപ്പെടണം. അപ്പം മാനസാന്തരപ്പെട്ടവർ, യേശുവിനെ ദൈവപുത്രനെന്ന് വാഗൊണ്ടേറ്റ് പറഞ്ഞവൻ, 3 യേശുവിൽ വിശ്വസിക്കുന്നവൻ. എങ്ങനെയാണ് സ്നാനം? മത്തായി 3:16, അപ്പോസ്തലപ്രവൃത്തി 8:41 വാക്യങ്ങൾ വായിക്കുന്നു. വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയാണ് സ്നാനം. ഹല്ലേലൂയ. സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്താണ് പ്രശ്നം? യോഹന്നാൻ സുവിശേഷം 3:3, 3:5. ആമേൻ ആമേൻ, സത്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാൽ ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പോഴൊരു ചോദ്യം, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടു? ഒന്നാമതേ ക്രൈസ്തവർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, ക്രൂശിലെ കള്ളൻ സ്നാനപ്പെട്ടുവോ? ആ ചോദ്യത്തിൻ്റെ മറുപടി, ക്രൂശിലെ കള്ളൻ മരിക്കുമ്പോൾ സ്നാനത്തിൻ്റെ കൽപ്പന നിലവിൽ വന്നിട്ടില്ല. ക്രൂശിലെ കള്ളൻ മരിക്കുമ്പോൾ സ്നാനത്തിൻ്റെ കൽപ്പന നിലവിൽ വന്നിട്ടില്ല. ഈ കോവിഡിന് തൊട്ട് മുമ്പ് ഈ ധനുവച്ചപുര റേഡിയോ പാർക്കിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡ് നിങ്ങൾക്കറിയാം. ആ റോഡ് നേരെ മഞ്ചവള റോഡിൽ ചെന്ന് കയറുമ്പോൾ മുകളിലൊരു പ്രാർത്ഥനാലയമുണ്ട്. അവിടെയുള്ള ആളുകൾക്ക് ഇവിടെ കാണും മിക്കവാറും. അവിടെ നടന്നൊരു മഹായോഗത്തിൽ ഞാൻ ദൈവദിനം പ്രസംഗിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ വന്നു. 100 കണക്കിന് 1000-ലധികം ആളുകൾ ആ യോഗത്തിലുള്ള മഹായോഗമായിരുന്നു. ആ യോഗത്തിൻ്റെ സമാപന രാത്രിയിൽ യേശുവിൻ്റെ വരവാണ് പ്രസംഗിച്ചത്. ആ പ്രസംഗത്തിൻ്റെ സമാപന സമയത്ത് ഇവിടെ എന്നെ അത്രയും ഹൈറ്റുള്ള നല്ല മീശയൊക്കെ വെച്ച നല്ല 2 തടിയൻ ചേട്ടന്മാർ കയറി സ്റ്റേജിലേക്ക് വന്നു. ഭാര്യമാർ മുമ്പിലേക്ക് വന്നു. വിളിച്ചോടി, കയറി വാടി, ഇവിടെ കണ്ണൊക്കെ നിറഞ്ഞിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. സ്തോത്രം, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സ്വർഗത്തിൽ പോവില്ലെന്ന് മനസ്സിലായി. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യം, ഇത് റെക്കോർഡെന്ന് എനിക്കറിയാം, നടന്ന സംഭവം. ഈ ധനുവച്ചപുര റേഡിയോ പാർക്കിൻ്റെ ഓപ്പോസിറ്റ്. സാറിന് എന്താ ജോലി? ഞാൻ പാപ്പനംകോട് CSIയിലെ അച്ഛനാണ്. അപ്പം ഞാൻ ചോദിച്ചു, മാനസാന്തരപ്പെടാൻ മനസ്സുണ്ടോ? ഈ ധനുവച്ചപുരത്തെ ഞാൻ അസംബ്ലീസോട് സ്നാനപ്പെട്ടതാണ്, മാസ ശമ്പളത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ പോണത്. അപ്പം ഞാൻ ചോദിച്ചൊരു ചോദ്യം, അപ്പം നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകണം, പാവപ്പെട്ട ജനം നരകത്തിൽ പോകണം അല്ലേ? ഹല്ലേലൂയ. എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ, ആരെയും വിഷമിപ്പിക്കാനല്ലേ, ഇത് ആരെയും വിഷമിപ്പിക്കുക, എൻ്റെ കുടുംബ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ ഇരിക്കുന്ന CSI ചർച്ച 100 മീറ്റർ പോലും ഇല്ല, ഒരു 50 മീറ്ററേ ഉള്ളൂ നേരെ ചേർന്നിരിക്കുന്നത്. ചിലപ്പോൾ എൻ്റെ പപ്പ പറയും, മക്കളെ ഇപ്പം വന്ന അച്ഛൻ നല്ല ആത്മീയം. ഞാൻ പറഞ്ഞു, പെന്തക്കോസിൽ പോയി സ്നാനപ്പെട്ടത് രഹസ്യത്തിൽ, ഒന്നും പറയുന്നില്ല. അപ്പം അടുത്തയാൾ ഞാൻ ചോദിച്ചു, സാറ് ഞാനിവിടെ അടുത്ത പള്ളിയിലെ അച്ഛനാണ്, പറയല്ലേ, ഞങ്ങൾ ഒരുമിച്ചാണ് സ്നാനപ്പെട്ടത്, ശമ്പളം വാങ്ങാനാണ്. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, സ്നാനം യാഥാർത്ഥ്യമാണ്. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണമെന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ തത്വമാണ്, കൽപ്പനയാണ്, യേശുവിൻ്റെ അന്ത്യകൽപ്പനയാണ്, മറക്കരുത്. കരങ്ങളെ ഉയർത്തി സ്നാനപ്പെടവർ എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാണ്. ഇന്ന് രാത്രി ചിലർ സ്നാനപ്പെടാൻ തീരുമാനമെടുക്കും. ഡോക്ടർ യുഹാനോൻ മെത്രോപൊലിത്ത എഴുതിയ എ സ്റ്റഡി ബുക്ക് ഫോർ ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പേജ് നമ്പർ 49 പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശു ക്രിസ്തു സ്നാനമേറ്റതുപോലെ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടേണ്ടതാകുന്നു. സുറിയാനി സഭാ ചരിത്രം വോളിയം 1 പേജ് നമ്പർ 163 പറഞ്ഞിരിക്കുന്നത്, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്നാനം നൽകാവൂ, വിശ്വസിക്കുന്നവർക്ക് മാത്രമേ സ്നാനം നൽകാവൂ. യാക്കോബ് തൃതീയൻ പാത്രിയാർക്കിസ് ബാബ എഴുതിയ സ്നാനത്തിൻ്റെ പഠനമെന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്, വചനത്തെളിവില്ലാത്ത പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ മാനുഷിക മതത്തിൻ്റെ പഠിപ്പിക്കലാണ് തളുപ്പ് സ്നാനവും ശിശു സ്നാനവും. ആവർത്തിക്കുന്നു,
വചനത്തെളിവില്ലാത്ത പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ മാനുഷിക മതത്തിന്റെ പഠിപ്പിക്കലാണ് തളുപ്പ് സ്നാനവും ശിശു സ്നാനവും. ഞങ്ങളല്ല എഴുതിയത്, പാത്രിയാർക്കീസ് ബാബ എഴുതിയതാണ്. കരങ്ങൾ ഉയർത്തി സ്തോത്രം പറ. ഇത് സ്നാനപ്പെട്ട പെന്തക്കോസുകാർക്ക് ഉറക്കം വരും, കാരണം നമ്മൾ സ്നാനപ്പെട്ടു പോയി. നിങ്ങൾക്ക് സന്തോഷം വരണമെങ്കിൽ യേശുവിൻ്റെ വരവ് പ്രസംഗിക്കണം. ഒടുവിൽ സമയമുണ്ടെങ്കിൽ ആ ഭാഗം എടുക്കാം. ഒരാളെങ്കിലും ഇന്ന് രാത്രി രക്ഷിക്കപ്പെടും. സംവിധാനങ്ങളുടെ ഒരുക്കാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇത് കർത്താവിൻ്റെ ദാസന്മാർ കിഷോറിന്റെ നേതൃത്വത്തിൽ. ചുമ്മാതൊന്നും ഇത്രയൊരു നല്ല മീറ്റിംഗ് ഇവിടെ നടക്കില്ല. ഇവിടെ ആയിരക്കണക്കിന് ആളുകളില്ല, പക്ഷേ ദേശം മുഴുവൻ ശബ്ദം കൽപ്പിക്കുന്നത് ഇതിന്റെ ഒറ്റ ഉദ്ദേശമുള്ള ഒരാളെങ്കിലും, 1000 ഒരാളെങ്കിലും തീർന്നില്ല. ഹൂദായി കാനോൻ 17-ാം അധ്യായം പറഞ്ഞിരിക്കുന്നത് സ്ത്രീകൾ സ്നാനത്തിന് വെള്ളത്തിലിറങ്ങുമ്പോൾ ആഭരണങ്ങൾ ഊരി കരയിൽ വയ്ക്കേണ്ടതാകും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ധരിക്കാത്തത്. ചിലർക്കൊരു സംശയമുണ്ട്, താലി ഇറത്താൻ വേദം എന്നൊക്കെ പറയും. പണ്ട് ഞങ്ങൾ വിശ്വസിച്ച മതത്തിൽ ശിവപാർവതി ബന്ധത്തിലെ അടയാളമാണ് കെട്ടുതാലി. യക്ഷിയുടെ ചിലങ്കയാണ് കൊലുസ്. വനദേവത്തെ പ്രസാദിപ്പിക്കുന്ന ഒന്നാണ് ഈ അരഞ്ഞാണം നൂലുകെട്ട്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കും, ആരെങ്കിലുമൊക്കെ കൂടെ കാണും. ആരും ഒന്നും മിണ്ടുന്നില്ല. അപ്പം ഞങ്ങൾ ആരും ഇതൊന്ന് ഊരി മാറ്റാൻ ആരോടും പറഞ്ഞിട്ടില്ല. ബൈബിൾ ഞങ്ങളുടെ സഭകളിൽ പ്രസംഗിക്കും. കേൾക്കുമ്പോൾ അവർക്ക് തോന്നും, അയ്യോ ഇത് വേണ്ട, ഇത് പൈശാചിക വസ്തുക്കളാണ്. അങ്ങനെ മാറ്റുന്നതാണ് എൻ്റെ പൊന്നു ദൈവമക്കളെ. പെന്തക്കോസ്തുകാരൻ നെഗറ്റീവായിട്ട് കണ്ടൊരു കാലമുണ്ട്. എൻ്റെ അപ്പൻ പാസ്റ്റർമാരെ അടിക്കാൻ ഒട്ടിച്ച ആളാ. സുവിശേഷം എന്ന് പറഞ്ഞാൽ ഇഷ്ടമുണ്ട്, യേശുവിനെ ഇഷ്ടമുണ്ട്, റോമൻ കാത്തലിക്കിന് ഇഷ്ടമുണ്ട്, അവിടെ വിഗ്രഹമുള്ളത് കൊണ്ട്. പക്ഷെ പെന്തക്കോസുകാരെ വീടിനടുപ്പിക്കില്ല. ആ സ്വോത്രം അല്പമെങ്കിലും സാധ്യത ഉണ്ടായിരുന്നെങ്കിൽ ഇതിനകത്ത് വരത്തില്ലായിരുന്നു. എല്ലാ പൊട്ടൻഷ്യൽസും അടഞ്ഞു, എല്ലാ വഴിയും അടഞ്ഞു, സാധ്യതയും അടഞ്ഞപ്പോഴാണ് ദൈവം നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുവന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി നാട്ടുകാർ കേൾക്ക് സ്നേഹത്തോടെ വിളിച്ചു പറയുന്നു, സ്നാനം യാഥാർത്ഥ്യമാണ്. വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനമാക്കണം. നിങ്ങൾ ബൈബിൾ ഉള്ളവരെ നോട്ട് ചെയ്ത് പിന്നെ വായിച്ചുകൊള്ളു. അപ്പോസ്തല പ്രവർത്തികൾ 2-ാം അധ്യായം 38 മുതൽ 47 വാക്യങ്ങളിൽ പിന്നെ ഒരു 5 ഭാഗങ്ങളോട് വിവരിക്കുന്നില്ല. അപ്പോൾ മിനിമം മാനസാന്തരപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് വേർപെട്ട് ദൈവത്തെ ആരാധിക്കണം. എങ്കിൽ നിങ്ങൾക്ക് ആത്മരക്ഷ സമ്പാദിക്കാം. എന്തിനാണ് രക്ഷിക്കപ്പെടുന്നത്? സ്വർഗത്തിൽ പോകാൻ. കുറച്ച് ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ടുള്ള ആളുകൾ ഞാൻ മനസ്സിലാക്കുന്നു. ഗൾഫ് രാജ്യങ്ങളിൽ പോയ ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്. ഞാനും ചില രാജ്യങ്ങളിൽ, ഞാനിപ്പോൾ ഇസ്രായേലിൽ നിൽക്കേണ്ട മനുഷ്യനാണ്. വിസയും പാസ്പോർട്ട് ടിക്കറ്റും ഒക്കെ വന്നതാണ്. യുദ്ധം വന്നതുകൊണ്ട് ക്യാൻസൽ ചെയ്തതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പോകേണ്ടതാണ്. ഇവിടെ നിന്ന് എംബസിയുടെ എമിഗ്രേഷൻ ക്ലിയറൻസ് സംവിധാനമുണ്ട്. ഇന്ത്യയിൽ നിന്ന് US പോകാൻ, ഇസ്രായേലിൽ ഈജിപ്തിലേക്ക് പോകാൻ 2 എംബസികൾ തമ്മിലുള്ള കണക്ഷൻ അനിവാര്യമാണ്. ഫ്ലൈറ്റിൻ്റെ ഓണറെ സ്വാധീനിച്ചോ എയർപോർട്ടിലുള്ള മാനേജറെ സ്വാധീനിച്ചോ എനിക്ക് ഫ്ലൈറ്റ് കയറാം. പക്ഷെ ആ രാജ്യത്തിനിറങ്ങിയിട്ട് അവിടുത്തെ എയർപോർട്ടിൽ നിന്ന് പുറത്തു പോകണമെങ്കിൽ എമിഗ്രേഷൻ ക്ലിയറൻസിൽ എംബസിയിൽ എൻ്റെ പേര് രജിസ്ട്രേഷൻ ചെയ്യണം. ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു അടയാളമാണെങ്കിൽ ഇന്ന് രാത്രി ദൈവമക്കൾ കേൾക്കേണ്ടത്, സ്വർഗലോകം എന്ന് പറയുന്ന ലോകത്തിലേക്ക് ഈ ഭൗമലോകം വിട്ടുപോകാൻ വിശുദ്ധ ബൈബിൾ വച്ച വ്യവസ്ഥ സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുക എന്നുള്ള സംവിധാനമാണ്. ഞങ്ങളൊക്കെ ജീവന്റെ പുസ്തകത്തിൽ, ഞാൻ 9 വർഷത്തിന് മുൻപ് സ്വർഗത്തിൽ ജീവന്റെ പുസ്തകത്തിൽ പേര് രജിസ്ട്രേഷൻ ചെയ്ത ആളാണ്. ഇവിടെ പ്രസംഗിച്ച അധ്യക്ഷൻ അദ്ദേഹം പേര് രജിസ്ട്രേഷൻ ചെയ്ത ആളാണ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ മരിച്ചാൽ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ആത്മരക്ഷ സമ്പാദിച്ചതുകൊണ്ട് മരണത്തിനപ്പുറം സ്വർഗത്തിൽ ചെല്ലും. ഉറപ്പുള്ള ദൈവമക്കൾ പ്രത്യാശയോടെ ഇന്ന് രാത്രി കർത്താവിന് സ്തോത്രം ചെയ്യട്ടെ. ലളിതമായി ഇന്ന് രാത്രി ഈ ചിന്തകൾ കൈമാറുന്നു. ശ്രദ്ധിക്കുക, ആത്മരക്ഷ സമ്പാദിക്കാൻ 1 മാനസാന്തരപ്പെടണം, 2 വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, 3 വിശുദ്ധിയിലും വേർപാടിലും സത്യത്തിലും ആത്മാവിലും കർത്താവിനെ ആരാധിക്കണം. 2 രണ്ടാമത്തെ ചിന്ത, ഈ മാനസാന്തരപ്പെട്ട ആളുകൾ നമ്മുടെ നാട്ടിൽ, ഞങ്ങളുടെ സഭയിലൊക്കെ വെറും തരികിടകളായി ജീവിച്ച ആളുകളുണ്ട്. വെറും തരികിടകളായി ജീവിച്ച ആളുകൾ, ഇന്നും കളരിപ്പറ്റി പഠിപ്പിക്കാൻ പോകുന്ന ആളുകൾ. ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും, പാസ്റ്റേ ആ ക്ലാസ് എടുക്കാൻ പോയേ പറ്റൂ, അങ്ങനെയൊക്കെ പോകുന്ന ആളുകളുണ്ട്.
ഗുണ്ടുകാട് സാബു എന്നൊരു മനുഷ്യനെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വലങ്കായിരുന്ന ഗുണ്ടുകാട് ശിവജി നിരവധി വെട്ടുകേസിലെ പ്രതി. ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വെള്ളനാട് IPC ദൈവസഭയിലെ വിശ്വാസിയാണ്. നിരവധി ആളുകൾ ഭാര്യയെ മണ്ണെണ്ണയൊഴിച്ച് സെപ്റ്റിക് ടാങ്കിലിട്ട് മണ്ണെണ്ണയൊഴിച്ച് കത്തിച്ച് സെപ്റ്റിക് ടാങ്കിൽ ഒളിപ്പിച്ച ഒരു പ്രതി അദ്ദേഹം രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, യേശുവിൻ്റെ ഭയതലായിട്ട് മാറി. ഈ ലോകത്തിൽ വെറും ആർക്കും വേണ്ടാതെ കിടന്ന പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച ആളുകൾ, മദ്യപിച്ചു മതോന്മത്തനായി ഓടെ കിടന്ന ആളുകൾ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്താൽ മാനസാന്തരപ്പെട്ട് ആത്മരക്ഷ സമ്പാദിച്ചത് കണ്ണുകൊണ്ട് കാണുന്നു. ഇവിടെ ഇരിക്കുന്ന പലർക്കും മൈക്ക് കൊടുത്താൽ പലരും ഇന്ന് രാത്രി സാക്ഷ്യം പറയും. വെള്ളനാട് കരുണാസായി എന്നൊരു സ്ഥാപനമുണ്ട്, ഡെയിലി എന്നൊരു സ്ഥാപനമുണ്ട്, നമസ്തേ എന്നൊരു സ്ഥാപനമുണ്ട്. ഈ സ്ഥാപനങ്ങളിൽ കരുണാസായിയും ഡെയിൽവിയിൽ മുൻപിൽ നിർത്തിയിരിക്കുന്ന പ്രധാനപ്പെട്ട സംഭവം ഫോക്കസ് ചെയ്യുന്നത് മദ്യപാനികൾക്കും കഞ്ചാവ് പോലെയുള്ള ലഹരിക്ക് അടിമപ്പെട്ട ആളുകളെയും കൊണ്ടുവന്ന് നന്നാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഡെയിൽവിയിൽ പോയിട്ട് നന്നാകാത്ത 30,000 രൂപ കെട്ടിവച്ചിട്ട് ചൊവ്വാകാത്ത പല സഹോദരന്മാരും അവിടെ നിന്ന് അവർ പറഞ്ഞു, പിന്നെ ഇവിടെ തൊട്ടപ്പുറത്തൊരു IPC സഭയുണ്ട്, ഞങ്ങൾ പറഞ്ഞെന്ന് പറയരുത്, ഇവിടെ തീരാത്ത പലതും അവിടെ തീരുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുക്കൽ വരും. ഞങ്ങളൽപ്പം വെള്ളം പ്രാർത്ഥിച്ചു കൊടുക്കും. കൈവശം എന്നൊക്കെ പറയുന്ന സംഭവമുണ്ട്, നാട്ടുകാർക്ക് മനസ്സിലാകില്ല, ബൈബിളിനകത്തുള്ള സംഭവമാണ്. ഇത് ഛർദ്ദിക്കും, അവൻ്റെ മദ്യപാനം മാറും, അവൻ ദൈവസഭയ്ക്കകത്ത് വരും. കേൾക്കുന്നുണ്ടോ ഇന്ന് രാത്രിയിൽ? പാസ്റ്റേ എനിക്ക് ഈ പുകവലി മാറ്റാൻ പറ്റുന്നില്ല പാസ്റ്റേ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. പാസ്റ്റേ എനിക്ക് കഴിച്ചുകൊണ്ടിരുന്ന കഞ്ചാവ് ഉപയോഗിച്ചില്ലെങ്കിൽ അയ്യോ എനിക്ക് വിറയല് വരും, അയ്യോ എനിക്ക് പറ്റത്തില്ല, ഞാൻ മാനസികരോഗിയായി മാറും. അങ്ങനെ പറഞ്ഞ നിരവധി ആളുകൾ യേശുവിൻ്റെ സുവിശേഷത്താൽ മാനസാന്തരപ്പെട്ട് ആത്മരക്ഷ സമ്പാദിച്ചവരാണ്. ഇന്ന് രാത്രി ദേശത്തിലെ സകല മദ്യപാനികളായ ഞങ്ങളുടെ സഹോദരന്മാരറിയണം, പുകവലിക്കുന്നവരറിയണം, ഇതെല്ലാം നിങ്ങളെ നശിപ്പിക്കുന്ന വസ്തുക്കളാണ്, ലഹരിയാണ്. ഇത് ക്യാൻസറുള്ള മാരക രോഗം വരുത്തുന്നതാണ്. മദ്യപാനി രക്ഷപ്പെട്ട സംഭവം ലോകത്തിലില്ല. ബൈബിളിലെ ഒരു ചോദ്യമുണ്ട്, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം, ആർക്ക് കലഹം, ആർക്ക് ആവലാതി, ആർക്ക് അനാവശ്യ മുറിവുകൾ, ആർക്ക് കൺചുവപ്പ്. വീഞ്ഞു കുടിച്ച് നേരെ പോക്കുന്നവർക്കും മദ്യം രുചി നോക്കാൻ പോകുന്നവർക്കും തന്നെ വീഞ്ഞ് ചുവന്ന പാത്രത്തിൽ തിളങ്ങുന്നതും രസമായി ഇറക്കുന്നതും നീ നോക്കരുത്. അത് ഒടുക്കം സർപ്പം പോലെ നിന്നെ കടിക്കും, അണനി പോലെ നിന്നെ കൊത്തും, നിന്നെ കണ്ണ് പരസ്ത്രീകളെ നോക്കും. നീ നടുക്കടലിൽ ശയിക്കുന്നവനെ പോലെ റോഡിന്റെ സൈഡിൽ കിടക്കും. അങ്ങനെ സമൂഹത്തിൽ അധപ്പതിക്കപ്പെടും. അതുകൊണ്ട് ഇന്ന് രാത്രി മദ്യപാനം വിട്ട്, വെറുക്കൂത്ത് വിട്ട്, പാപപ്രവർത്തികളെ വിട്ട് ആത്മരക്ഷ സമ്പാദിക്കുവാൻ ഈ പനയമുന ദേശത്തെ ചെറുപ്പക്കാരോട് ദൈവാത്മാവ് രാത്രി ഉപദേശിക്കുകയാണ്. ചെങ്കൽച്ചൂള കോളനി നിരവധി ഗുണ്ടാ മാഫികളുടെ വിളയാട്ടമായിരുന്നൊരു സമയം. ഇന്നേക്ക് 22 വർഷത്തിന് മുൻപ് അവിടെ നടന്ന ഒരു സുവിശേഷ യോഗം. അന്ന് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ് ആ യോഗ ഉദ്ഘാടനം ചെയ്തത്. വാളും തിരുകി അരയിൽ വാഹനത്തിൻ്റെ ചെയിനും ചുറ്റി ബൈക്കിൻ്റെ സ്റ്റമ്പ് ഒളിപ്പിച്ചൊക്കെ നടന്ന നിരവധി ചെറുപ്പക്കാരെ ആളുകൾ തലമുടിയൊക്കെ നേരെ വെട്ടി നല്ല മീശയൊക്കെ എടുത്ത് നല്ല വെള്ള ഷർട്ടൊക്കെ ഇരിക്കുന്ന കണ്ടപ്പം സിറ്റി പോലീസ് കമ്മീഷണർ ഞെട്ടിപ്പോയി. ഇത് മറ്റേ സാബു അല്ലേ? അവിടുത്തെ അധ്യക്ഷനോട് ചോദിച്ചു, ഇത് സാബുവാണ് അവൻ്റെ പേര്. അയ്യോ ഇവൻ ഇങ്ങനെ ആയോ? അത്ഭുതം. അവസാനം അദ്ദേഹം ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ ലാത്തിയുടെ മുനയ്ക്കോ ഗവൺമെന്റിന്റെ നിയമങ്ങൾക്കും നന്നാക്കാൻ പറ്റാത്ത ഈ ചെറുപ്പക്കാരെ നന്നാക്കിയത് ഈ പാസ്റ്റർമാർ പറഞ്ഞ സുവിശേഷമാണ്. ഇന്ന് രാത്രി ഈ പനയമുന ദേശത്തിലെ നല്ലവരായ സഹോദരന്മാരെ മനുഷ്യനെ നന്നാക്കാനാണ് ഈ യോഗം, നശിപ്പിക്കാനല്ല. ഹല്ലേലൂയ. അല്ലാതെ കുറെ മദ്യപിച്ചും കൊണ്ട് അരവസ്ത്രം എടുത്തും കൊണ്ട് സ്റ്റേജിൽ പരിപാടി നടത്തി നാട്ടുകാരെ ശല്യപ്പെടുത്തുന്ന പരിപാടി അല്ലിത്. ഞങ്ങൾ പറയുന്നു, ഇത് മനുഷ്യനെ നന്നാക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നിനക്കൊരല്പമെങ്കിലും എനിക്ക് നന്നാകണ ഉപദേശി എന്ന് മനസ്സുണ്ടെങ്കിൽ, അല്പമെങ്കിലും എനിക്ക് ആത്മരക്ഷ സമ്പാദിക്കണം ദൈവദാസന് മനസ്സുണ്ടെങ്കിൽ വാ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ധനുവച്ചപുരത്ത് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് എന്നൊരു ദൈവസഭയുണ്ട്. എല്ലാ ഞായറാഴ്ച രാവിലെ 9:30 മുതൽ അവിടെ സഭായോഗം നടക്കുകയാണ്. നിങ്ങളവിടെ ചെല്ലേ, നിങ്ങൾ ഏറ്റവും പുറകിൽ കസേരപ്പോൾ ഇരുന്നാൽ മതി.
കണ്ണൊന്നും ഉടയ്ക്കണ്ട, കയ്യൊന്നും അടിക്കണ്ട, ചുമ്മാ എന്തൊന്ന് നോക്ക്, ചുമ്മാ അതൊന്ന് പോ. ചെന്നിട്ട് അവിടുത്തെ പാസ്വേഡ് പറ, പാസ് എനിക്ക് പറ്റുന്നില്ല, കുടുംബം തകർച്ചയിലാണ്, മരണത്തിന് വക്കിലാണ്, എനിക്ക് രക്ഷിക്കപ്പെടണം, എനിക്ക് ആത്മരക്ഷ വേണം, എനിക്ക് നരകം വേണ്ട, സ്വർഗം വേണം, പറ. അവിടുത്തെ ഉപദേശം പ്രാർത്ഥിക്കും, നിന്റെ മരണത്തിന് കെട്ടടിയും, മാനസാന്തരം നിനക്ക് ദൈവം നൽകും. ഹല്ലേലൂയ. രണ്ടാമത്തെ അധ്യാപകൻ കുഴിമുയലാണ്. കുഴിമുയലിനെ എത്ര പേര് കണ്ടിട്ടുണ്ട്? കുഴിമുയലിനെ കണ്ടിട്ടുള്ളവര്? അയ്യോ, കുഴിമുയലിനെ കണ്ടിട്ടില്ല. മുയലിനെ കണ്ടിട്ടുള്ളവർ എത്ര? മുയലിനെ കണ്ടിട്ടുള്ളവര്? ആ മുയലിന്റെ യഥാർത്ഥ പേരാണ് കുഴിമുയൽ. ബൈജു ബാലകൃഷ്ണൻ അറിയില്ല, ബൈജു പാസ്റ്റർ അറിയാം എന്ന് പറയുന്ന പോലെ. അപ്പൊ കുഴിമുയലിനെ നമ്മെ പഠിപ്പിക്കുന്നത്, ഞങ്ങൾക്ക് ചെറിയ 4 കുഞ്ഞിക്കാലുകളേ ഉള്ളൂ. ഞങ്ങൾ ഉപദ്രവിക്കാൻ ശത്രുക്കൾ വരുമ്പോൾ ഞങ്ങൾ ഒറ്റ ചാട്ടത്തിന് പാറയ്ക്കകത്ത് കയറും. ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നത്, ഞങ്ങൾ കരുതൽ കിട്ടുന്നത് പാറയ്ക്കകത്താണ്. വിശുദ്ധ ബൈബിളിൽ യേശുക്രിസ്തുവിനെ പാറയോട് ചേർത്ത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 28:11 ആത്മികർക്ക് കൂടെ ചില ദൂതുകൾ കൈമാറുന്നു. അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവൻ രാപാർത്ത് അവിടെ കിടന്നുറങ്ങി. അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലണ വെച്ചു. ഉൽപ്പത്തി 28:11 യാക്കോബിനെ കുറിച്ചുള്ള പ്രസ്താവനയാണ്. യേശു പറഞ്ഞു, ഞാൻ അബ്രഹാമിന് മുമ്പേ ഉള്ളവൻ. അങ്ങനെയെങ്കിൽ യാക്കോബ് തലയണയിട്ട് വെച്ച കല്ല് ക്രിസ്തു എന്ന കല്ലാണ്. ശ്രദ്ധിച്ചു കേൾക്കണം ദൈവമക്കൾ, യേശു ക്രിസ്തു എന്ന പാറ ഇവിടെ ഒന്നാമത്തെ പ്രത്യേകത മനുഷ്യന്റെ തല ഉയർത്തുന്ന കല്ലാണ്. ഇന്ന് രാത്രി തലകുനിക്കപ്പെട്ടവരായി സമൂഹത്തിന് അധപ്പതിക്കപ്പെട്ട അനുഭവങ്ങളിൽ ഒരു വിധത്തിന് മുന്നേറാൻ കഴിയാതെ, കൊണ്ടുവരുന്ന നന്മ ഒന്നും മിച്ചം പിടിക്കാൻ കഴിയാതെ, ഓട്ടസഞ്ചിയിൽ പണമിട്ടതുപോലെ ജീവിതം തകർന്ന് 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 ദേശത്തെ ഭൗതികത്തിലോ ആത്മീകത്തിലോ ഒന്നും തലയുയർത്താൻ കഴിയാതെ ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ, ആമേ, ചാണകം വാരി പശുവിന് പുല്ലും പറിച്ച് റബ്ബറിന്റെ ഒട്ടുപാലും വലിച്ചു നടന്ന ബൈജു ബാലകൃഷ്ണന് ലോകത്തിന്റെ വിവിധ മേഖലകളിൽ എത്തിച്ച് തല ഉയർത്തിയ ഒരു നേതാവുണ്ട്. അവനത്ര യേശു കർത്താവ്. ഈ രാജൻ പാസ്റ്റർ, ഈ ബഹുമാനപ്പെട്ട വിനീത് പാസ്റ്റർ, എനിക്കിവിടെ പേരറിയാവുന്നത് അവർ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ലോകത്തിൽ നിരവധി ആളുകൾ, കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ എനിക്കറിയാം, അത്ഭുത സാക്ഷ്യമുള്ള ആളുകൾ, ആർക്കും വേണ്ടാതെ സമൂഹത്തിന് തലവേദനായിരുന്ന ആളുകളുടെ തല ഉയർത്തിയത് യേശു ക്രിസ്തു എന്ന കല്ലാണ്. ഇന്ന് രാത്രി വിശ്വസിക്കുന്നെങ്കിൽ യേശു ക്രിസ്തു എന്ന കല്ലിൽ നീ ആശ്രയിച്ചാൽ നിന്റെ കുനിഞ്ഞ തലയെ നിവർത്തുമവൻ. നമ്പർ 2, 1 പത്രോസ് 2-4 വാക്യം. ആ വാക്യം പറയുന്നു, മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ പാറയായ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ല് പോലെ. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ചിട്ടും മറുപടിയില്ലാത്തത്, നേർച്ചകൾ കൊടുത്തു, മലകൾ കയറി, പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചു, ഒരുപാട് വഴിപാടുകൾ നടത്തി, ജീവിതത്തിനകത്ത് അർത്ഥമില്ലാത്ത വിഷയങ്ങൾ, ചലനമറ്റുപോയ വിഷയങ്ങൾ, ഇനി ആ വിഷയം എനിക്ക് കിട്ടത്തില്ലെന്ന് പറഞ്ഞ് തള്ളപ്പെട്ട സബ്ജക്റ്റുകൾ ഇന്ന് രാത്രി ജീവിപ്പിക്കുന്ന ക്രിസ്തു എന്ന കല്ല് ഇവിടെ വന്നിട്ടുണ്ട്. ഈ ഗ്രൗണ്ടിനകത്ത് മാത്രമല്ല, ഈ ദേശത്തിന്റെ നടുവിലും മാനസികമായി തകർന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിനക്ക് ആ വിഷയം തിരിച്ചു കിട്ടത്തില്ല, നീ എഴുതി തള്ളിയെങ്കിൽ ഇന്ന് രാത്രി യേശു ക്രിസ്തു എന്ന കല്ല് ആ വിഷയത്തെ ജീവിപ്പിക്കാൻ പോവുകയാണ്. മരിച്ച് 4 ദിവസമായി നാറ്റം വെച്ചുപോയ മനുഷ്യനെ ജീവിപ്പിച്ച സംഭവം ലോക ചരിത്രത്തിന്റെ താളുകളുണ്ട്. ലാസറാണ് ആ മനുഷ്യൻ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ക്രിസ്തു എന്ന കല്ലിന്റെ 3ാമത്തെ പ്രത്യേകത സക്കറിയ പ്രവാചന പുസ്തകം 4-7 വാക്യമാണ്. അതിന് കൃപ എന്നാർപ്പോടെ ആണിക്കല്ലുക. ആണിക്കല്ലായ ക്രിസ്തു. മേശരിമാർക്കറിയാം, 2 ചുവരുകളെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന കല്ലാണ് ആണിക്കല്ല്. ഈ മതിലിൻ്റെ മറുഭാഗത്ത് ഇടയ്ക്കിടയ്ക്ക് തൂണ് നിപ്പുണ്ട്. അത് ആണിക്കല്ല് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. സ്വർഗം എന്ന രാജ്യവും ഭൂമി എന്ന രാജ്യവും തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഒരേ ഒരു ആണിക്കല്ല് യേശുവാണ്. ആവർത്തിക്കുന്നു, സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ഒന്നിപ്പിക്കാൻ വന്ന ഒരേ ഒരു ആണിക്കല്ല് യേശുവാണ്. സന്തോഷമുള്ള ദൈവമക്കൾ ആ കർത്താവിന്റെ രാത്രി സ്തോത്രം ചെയ്യാം. എങ്ങനെയാണ് അവിടെ നിന്ന് ഒന്നിപ്പിച്ചത്? അവിടെ നിന്ന് താണലോകത്തിലേക്ക് ചരിത്രത്തെ BC എന്നും ബിഫോർ ക്രൈസ്റ്റ് AD എന്നും ആഫ്റ്റർ ഡെത്ത് ഓഫ് ക്രൈസ്റ്റ് 2ആയി തിരിച്ചുകൊണ്ട് ഇന്നേക്ക് 2000 ചിലുവാനും വർഷങ്ങൾക്ക് മുമ്പ് താണലോകത്തിലേക്ക് മനുഷ്യനായിട്ട് അവതരിച്ച്
33 തിരുവയസ്സ് വരെ ഭൂമിയിൽ മനുഷ്യനായി ജീവിച്ച് നന്മ ചെയ്തും ഭൂതങ്ങൾ ബാധിച്ചവരെ സൗഖ്യമാക്കുകയും മരിച്ചവർ ഉയർപ്പിച്ചും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തും ഒടുവിൽ പൊന്തിയോസ് പീലാത്തോസിന്റെ നല്ല സ്വീകാര്യം കഴിച്ച് ഒടുവിൽ കാൽവരുടെ കൊലമരത്തിൽ വിപ്ലവകാരിയെപ്പോലെ ഒരു ചരിത്ര പുരുഷനായി പ്രവാചക വര്യന്മാരുടെ പ്രവചനത്തിന്റെ നിവർത്തീകരണമെന്നോണം മരിച്ച് അവിടെ നടക്കപ്പെട്ട് 3-ാം നാൾ തിരുവെഴുത്തിന്റെ പ്രവചനത്തിന്റെ നിവർത്തീകരണമെന്നോളം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോയ യേശു ക്രിസ്തു ഒരേ ഒരു ആണിക്കല്ലാണ്. ഒന്നരയില്ല, ഒരേ ഒരു ആണിക്കല്ല്, ഒരേ ഒരു രക്ഷകൻ, ഒരേ ഒരു പാപപരിഹാരകൻ, യേശു മാത്രം. ബൈബിൾ പ്രഖ്യാപനം ഇങ്ങനെയാണ്, മറ്റൊരുത്തല്ലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ലവേ. ഹല്ലേലൂയ. പണ്ട് ഞങ്ങളുടെ കുടുംബത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യമാരെ മോട്ടിക്കുന്ന ദൈവങ്ങൾ, പശുവിൻ്റെ പാല് രാത്രി കറന്നു കുടിക്കുന്ന ദൈവങ്ങൾ, കുളിക്കാൻ പോകുന്ന സ്ത്രീകളുടെ തുണി മോട്ടിക്കുന്ന ദൈവങ്ങൾ. അയ്യോ, എന്ത് കഷ്ടമായിരുന്നു ഞങ്ങളൊക്കെ അനുഭവിച്ചത്. പക്ഷെ ഇതിലോട്ട് വന്നപ്പോൾ മനസ്സിലായി, യേശു ക്രിസ്തുവാണ് സത്യദൈവം. യേശു ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു, നിങ്ങളിൽ ആര് എൻ്റെ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും? ഉടമന രഗതന ഹംദൽ. ഞാനിന്ന് രാത്രി ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മ പറയുന്നു, ഈ ദേശത്തിൻ്റെ ആധിപത്യ ശക്തി പലതിൻ്റെ ഹൃദയത്തിനകത്ത് വചനം കയറാതെ കുരുടാക്കുകയാണ്. ഒരു നിമിഷം ഒന്ന് ആത്മാവിൽ സ്വതന്ത്ര ദൈവവാസന്മാർ ഒരു നിമിഷം യേശുവിൻ്റെ നാമത്തിൽ ഈ ദേശത്തെ സുവിശേഷം ജനം ശ്രദ്ധിക്കാതിരിപ്പാൻ കോൺസെൻട്രേഷനെ മാറ്റിവിടുന്ന പൈശാചിക വ്യാപാരത്തിൽ കൽപ്പിക്കുന്നത് മാറി നിൽക്ക്. ഈ ദേശത്തെ ചില ആളുകൾ ഇന്ന് രാത്രി യേശുവിലേക്ക് വരും. നിനക്ക് തടയാനാകില്ല പിശാച്, മാറി നിൽക്ക്. വ്യക്തമായി ആത്മാവ് ഇടപെടുന്നു. ജനത്തിന്റെ ഹൃദയത്തിലെ ചിന്തകളെ മാറ്റിയിട്ട് ഈ ദൂത് അകത്ത് കയറാതിരിപ്പാൻ ഈ രാത്രി പലതിനും മയക്കുന്നു. ഇവിടെ മാത്രമല്ല, പുറത്തുമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ജനത്തിന്റെ ഹൃദയത്തെ വശീകരിക്കുന്ന ദുരാത്മ മേഖലകൾ ഈ രാത്രി ക്യാൻസൽ ചെയ്യപ്പെടട്ടെ. ഹല്ലേലൂയ. ഒറ്റ ഒരേ ഒരു ആണിക്കല്ല് യേശുവാണ്. പണ്ട് ഞങ്ങൾ പഠിച്ച ഋഗ്വേദത്തെ 11 ഉപനിഷത്തായി തിരിച്ചിട്ടുണ്ട്. അതിൽ മലയാളത്തിലുള്ള ഉപനിഷത്തുക്കൾ ഋഗ്വേദം രചിച്ചത് ഏതെങ്കിലും മതാചാര്യന്മാരല്ല. ഋഗ്വേദം രചിച്ചത് സന്യാസിവര്യന്മാർ. അവർ ഏതെങ്കിലും മതത്തിൽപ്പെട്ട ആളുകളല്ല, സത്യദൈവാന്വേഷികളാണ്. 4 വേദങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട വേദം ഋഗ്വേദം. ഋഗ്വേദത്തെ 11 ഉപനിഷത്തായി മലയാളത്തിൽ വിവരിച്ചിരിക്കുന്നു. അതിൽ 3-ാമത്തെ ഉപനിഷത്താണ് ബൃഹകാരണ്യ ഉപനിഷത്ത്. അതിൽ 10-ാം അധ്യായം 90-ാം സൂക്തം ഇങ്ങനെ പറയുന്നു, ഓം ശ്രീ കന്യക ശുദ്ധ എന്ന്. പണ്ട് ഞങ്ങളുടെയൊക്കെ ദൈവാലയങ്ങളിൽ രാവിലെ പ്രഭാത ഗീതം ഇടുമായിരുന്നു, ഓം ശ്രീ കന്യക ശുദ്ധായ നമഃ. കേട്ടിട്ടുണ്ടോ? അതിലെ ശ്ലോകങ്ങളാണ്, ഓം ശ്രീ ദരിദ്ര നാരാ. ചിലരൊക്കെ ശാസിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. ഓം ശ്രീ ബ്രഹ്മപുത്രായ നമഃ, ഓം ശ്രീ വൃക്ഷശൂലാർപ്പത നമഃ. മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്, മനുഷ്യന് ദൈവമെന്നും പറഞ്ഞ് ആരാധിക്കാൻ ഒരു ആരാധന പുരുഷനേ ഉള്ളൂ. യോഗ്യതയുള്ളവൻ, ക്വാളിറ്റി ഉള്ളവൻ. എല്ലാത്തിനും യോഗ്യത ഉണ്ടല്ലോ. ഡ്രൈവിംഗ് ലൈസൻസിന് വരെ ഇവിടെ യോഗ്യത. ഹല്ലേലൂയ. ഇവിടെ ഒരു ചെറിയ തൂപ്പുകാരിക്ക് യോഗ്യത വേണമെന്ന് ആരും ഒന്നും മിണ്ടുന്നില്ല. ഇവിടുത്തെ ഒരു പിയൂണ് യോഗ്യമാണ്. അങ്ങനെയെങ്കിലും ദൈവമായിരിക്കേണ്ടവന്റെ യോഗ്യത. ഓം ശ്രീ കന്യക ശുദ്ധായ നമഃ. ശുദ്ധയായ കന്യകയിൽ നിന്ന് ജനിച്ചവനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ആരാണ്? പുരുഷൻ തൊടാത്ത സ്ത്രീയിൽ നിന്ന് ഭൂമിയിൽ മനുഷ്യനോട് വിവരിക്കുന്നില്ല ഭാഗമൊന്നും അവതരിച്ചത് യേശുവാണ്. ഹല്ലേലൂയ. ഓം ശ്രീ ദരിദ്ര നാരായണ നമഃ. 2 കൊരിന്ത്യർ 8:9. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. യേശുവിനെ പ്രസവിച്ച സ്ഥലം വ്യക്തമല്ല, പക്ഷെ യേശുവിനെ കിടത്തിയ സ്ഥലം വ്യക്തമാണ്. പശുത്തൊട്ടിയിലാണ് കിടത്തിയത്. പുതയ്ക്കാൻ ഒരു പുതപ്പ് യേശുവിനില്ലായിരുന്നു. ഹല്ലേലൂയ. 2 വരി ഒന്ന് ക്ഷീണമൊന്ന് മാറാൻ. ദേവസൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതും വെറും കഥയോ. ദേവസൂതൻ പശുശാലയിൽ നരനായി അവതരിച്ചതും വെറും കഥയോ. ദേവസൂതൻ പശുശാലയിൽ നരനായി
അവതരിച്ചതും വെറും കഥയോ? ഭുവനമൊന്നാകെ ചമച്ചവൻ ഒരു പേരും ഭവനവും ലഭിച്ചതില്ലെന്നോ? ദൈവകരുണയിൽ ധനമാദ്യം നവാൽ വന്യമോ? ദൈവകരുണയിൽ ഓ പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമാനസാൽ. പരമസമ്പന്നനി ധരണിയിൽ ഏറ്റം ദരിദ്രനായി തീർന്നു സോമാനസാൽ. ഓ പരമസമ്പന്നനി ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമാനസാൽ. നിരുപമ പ്രഭയാണി ഇരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ? നിരുപമ പ്രഭയാണി ഇരുന്നവൻ പഴം തുണി ധരിച്ചതും ചെറിയ സംഗതിയോ? ദൈവകരുണയിൽ ധനമാദ്യം നവാൽ വർണ്യമോ? ദൈവകരുണയിൽ ധനമാദ്യം. ഇന്ന് രാത്രി പാടിയാലും കണ്ണുനീരോടെ പാടിയാലും തീരാത്ത പാട്ടാണ് ദൈവത്തിന്റെ കരുണയുടെ കരമെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി ദരിദ്രനായി ഭൂമിയിൽ അവിടെ നിന്ന് അവതരിച്ചു. ഓം ശ്രീ ബ്രഹ്മപുത്ര, പിതാവിൻ്റെ പുത്രനായവനെ നമസ്കരിക്കുന്നു. യേശു പറഞ്ഞു, എന്നെ കണ്ടവനെ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു. തൃത്വത്തിൽ രണ്ടാമനായി യേശു ക്രിസ്തു തൻ്റെ പിതാവിനെ നോക്കിയിട്ട് ഇങ്ങനെ വിളിച്ചു, ഏലി ഏലി ലമ്മാ ശബക്താനി, എൻ്റെ ദൈവമേ എൻ്റെ ദൈവം അങ്ങനെ കൈവിട്ടതെന്ത്? ദൈവം ത്രിയേകനാണ്. ആളത്വത്തിൽ രണ്ടാമനായ ക്രിസ്തു പിതാവിനെ നോക്കിയിട്ട് ഇങ്ങനെ ഒരിക്കൽ പറഞ്ഞു, പിതാവേ അങ്ങ് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുള്ള ഈ ശിഷ്യന്മാരെ ഞാൻ അങ്ങയുടെ കരങ്ങൾ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വിടവാങ്ങി സ്വർഗത്തിലേക്ക് കടന്നുപോയി. യേശു ക്രിസ്തു പിതാവാം ദൈവത്തിൻ്റെ പുത്രനായിട്ട് ഉലകത്തിൽ അവതരിച്ചു. തീർന്നില്ല. ഓം ശ്രീ പഞ്ചകായേ നമഃ. ശരീരത്തിൽ 5 മുറിവുകളുള്ളവനെ നമസ്കരിക്കും. ജോസിഫസിന്റെ ചരിത്ര പുസ്തകത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ 5046 മുറിവുകൾ ഉണ്ടെന്നൊരു എഴുത്തുണ്ട്. ഉണ്ടാകണം. പക്ഷേ പ്രധാനപ്പെട്ട 5 മുറിവുകൾ: 6 ഇഞ്ച് നീളമുള്ള 3 ആണികളാൽ 2 ആണികൾ 2 കരങ്ങളിൽ 2 മുറിവുകൾ, 2 കാൽപാദങ്ങളിൽ 2 മുറിവുകൾ, മരിച്ചോ എന്നറിയാൻ കുന്ത കൊണ്ട് വിലാപ്പുറത്ത് കുർത്തി. അങ്ങനെ ആകെ 5 പ്രധാനപ്പെട്ട മുറിവുകൾ. പ്രിയപ്പെട്ടവരെ, അടുത്ത ഭാഗം ഓം ശ്രീ സദാശിവായ നമഃ. എപ്പോഴും സ്നേഹവാനായവനെ ഞങ്ങൾ നമസ്കരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹം തന്നെ. ശത്രുക്കളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരേ ഒരു നേതാവ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തു മാത്രമാണ്. കരവ് ശബ്ദം ഉയർത്തി ഒരു ആമേൻ പറയാം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇനി ഈ കല്ലിൻ്റെ അടുത്ത പ്രത്യേകത, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 34-ാമത് വാക്യത്തിൽ പ്രാർത്ഥിക്കുന്ന ദാനിയേലിൻ്റെ പ്രാർത്ഥന മുറിയിൽ കാണുന്നൊരു വെളിപ്പാട്. തിരുമനസ്സുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കൈതൊടാതെ പറഞ്ഞു വരുന്നൊരു കല്ല്. തല തങ്കം കൊണ്ടും നെഞ്ചും കൈയും വെള്ളി കൊണ്ടും വയറുമരയും താമ്രം കൊണ്ടും കാൽ തുടകൾ ഇരുമ്പും കൊണ്ടും പാദങ്ങൾ പകുതി ഇരുമ്പും കളിമണ്ണും കൊണ്ടുള്ള മഹാബിംബം. മർമ്മം മഹതിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതയുടെയും മാതാവെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഇന്നലകൾ ചരിത്രത്തിൽ മാഞ്ഞുപോയ ഇറാഖ് സദാം ഹുസൈൻ്റെ രാജ്യം. ആ രാജ്യത്തിൻ്റെ അകത്ത് ദൈവജനത്തിൻ്റെ ആരാധനയ്ക്കെതിരെ ഒരു വലിയ ബിംബം ഉയർന്നു നിന്നു. ഭക്തൻ കാണുന്നൊരു വെളിപ്പാട്, ദർശനം ഇതാണ്. കൈതൊടാത്ത കല്ലായ ക്രിസ്തു അതിനെ കാൽച്ചുവട്ടിലിടിച്ച് ധൂളിയാക്കുകയാണ്. ഇന്ന് രാത്രി ഏതൊക്കെ അന്ധകാര മേഖലകൾ വിറച്ചുകൊണ്ടിരിക്കുക, ഞാൻ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനം അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരികയില്ല. ഈ രാത്രി ഈ ദേശത്തെ ഭരിക്കുന്ന, ആരാധനയ്ക്ക് ജനത്തെ തടയുന്ന, ഇരുട്ടിൻ്റെ ആധിപത്യത്തിൻ്റെ കാൽച്ചുവട്ടിലിടിക്കുന്ന യേശു ക്രിസ്തു എന്ന കല്ല് ഈ രാത്രി വെളിപ്പെട്ട് വരികയാണ്. ഹല്ലേലൂയ. ഈ കല്ല് ഈ രാത്രിയിൽ മുയൽ പറയുന്നു, ഞങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ
ഓടിയണയാൻ ഒരു സ്ഥലം പാറയാണ്. 1 കൊരിന്ത്യർ 10:3 പൗലോസ് പറയുന്നു, ആ പാറ ക്രിസ്തുവായിരുന്നു. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ നീറുന്ന പ്രശ്നങ്ങളുണ്ടാകാം, ആരും സഹായിക്കാനില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ ഈ ക്രിസ്തു എന്ന പാറയിൽ അഭയം പ്രാപിച്ചാൽ യേശു ക്രിസ്തുവിൽ കൂടെ നിങ്ങൾക്ക് സഹായം ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ സമസ്ത വിഷയങ്ങൾക്ക് പരിഹാരകൻ ക്രിസ്തു മാത്രമാണ് പ്രിയരെ. യേശുവിനെ കൊണ്ട് കഴിയാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല. ഇന്നേക്ക് 13 വർഷത്തിന് മുൻപ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി SATയിൽ നിന്ന് RCCയിലേക്ക് റേഡിയേഷൻ ചെയ്യാൻ വിട്ട ക്യാൻസർ രോഗിയായിരുന്നു എൻ്റെ ഭാര്യ. അവളുടെ വീട് ഈ കുന്നത്തുകാല്, ഇവിടെ അടുത്താണ് അവരുടെ വീട്. കാരക്കോണം കുന്നത്തുകാല് തവയത്തുകോണം എന്ന സ്ഥലത്താണ് അവരുടെ വീട്. എൻ്റെ 2 മക്കളുണ്ട്, +1 7ാം ക്ലാസ്സും, 2 ആൺപിള്ളേരാണ്. രണ്ടാമത്തെ മോൻ്റെ പ്രസവം 13 വർഷത്തിന് മുൻപ്. ചില ആളുകൾക്ക്, ഞാൻ പവർ വിഷനിൽ പ്രസംഗിക്കുന്നതുകൊണ്ട് ധാരാളം ആളുകൾക്കറിയാം, സാക്ഷ്യം അതിനകത്ത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. RCCയിലേക്ക് റേഡിയേഷൻ ചെയ്യാൻ വിടാൻ കാരണം നട്ടലിൽ നിന്ന് ആരംഭിച്ച് യൂട്രസ് വരെ വ്യാപിച്ച അബ്ഡോമൽ ട്യൂമർ എന്ന് പറയുന്ന രോഗമാണ്. 1,00,000 പേരെ എടുത്താൽ ഒരാളിന് വരുന്ന അപൂർവ രോഗം O നെഗറ്റീവ് റയർ ഗ്രൂപ്പ് ബ്ലഡ് ആയിരുന്നു എൻ്റെ വൈഫിൻ്റെ ബ്ലഡ്. 10 ബോട്ടിൽ ബ്ലഡ് ആവശ്യപ്പെട്ടു, പക്ഷേ 7 ബോട്ടിൽ ബ്ലഡേ കിട്ടിയുള്ളൂ. ബ്ലീഡ് നിൽക്കാത്ത വന്നപ്പോൾ അവർ ഡെഡ് ബോഡി കുത്തിക്കെട്ടും പോലെ ഡിസോർഡറായിട്ട് കുത്തിക്കെട്ടി വെന്റിലേറ്ററിലാക്കി എൻ്റെ വൈഫിനെ. സത്യമാണ്, ബൈബിൾ സാക്ഷിയാണ് ഈ പറയുന്ന സാക്ഷ്യത്തിന്, വിശ്വസിച്ചാലുമില്ലെങ്കിലും. ചുരുക്കി പറയാം, 10 ദിവസം അവൾ വെന്റിലേറ്ററിൽ കിടന്നു. അവസാനം അവൾക്ക് അല്പം പോലും സൗഖ്യമില്ലാത്തത് കൊണ്ട്, നിരന്തരം രോഗം മൂർച്ഛിക്കുന്നത് കൊണ്ട്, അവസാനം ഡോക്ടർ എൻ്റെ അടുക്കൽ വന്ന് അവസാനത്തെ ഫോം ഫില്ല് ചെയ്ത് മേടിച്ചു, ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് നോക്കിയപ്പോൾ ഡെഡ് ബോഡി കൊണ്ടുപോകേണ്ട ഒപ്പാണ്. ചുരുക്കി പറയാൻ പ്രിയപ്പെട്ടവരെ, എന്നോട് പറഞ്ഞു 90% ആൾ ഔട്ടായി, 10% ചെറിയൊരു അനക്കമുണ്ട്, എന്ത് ചെയ്യണം? ഞാൻ ചോദിച്ചു, അവിടെ തന്നെ ഇട്ടയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്, എൻ്റെ വൈഫിനെ വിട്ടുതരണം. എന്നോട് 2 ചാട്ടം. ഡോക്ടർ നിർമ്മല ഡോക്ടറും സുമൻ ഡോക്ടറും, ഇയാൾ എന്തോ മണ്ടനാണ്, ഉപദേശി എന്ന് പറഞ്ഞ് കിടക്കുന്നു, ഇത്രയും സീരിയസ് ആണ് പ്രാർത്ഥിക്കാൻ. അത്ഭുതങ്ങളൊക്കെ നടക്കും, പക്ഷേ ദൈവം പാതി നമ്മൾ പാതി. ഞാൻ ചോദിച്ചു, ഈ 10 ദിവസം വെന്റിലേറ്ററിൽ കിടന്നിട്ട് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇഞ്ചിഞ്ചായിട്ട് മരിച്ചതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് മറുപടിയില്ല. അവസാനം എൻ്റെ സ്വന്തം റിസ്കിൽ സ്തോത്രം ഞാൻ എഴുതി വെച്ചു. ഇതിനിടയിൽ പാസ്റ്റർ വിൽസം ബന്നി എന്ന കർത്തൃദാസൻ അകത്ത് കയറി പ്രാർത്ഥിക്കുകയും എൻ്റെ വൈഫിന് ഓർമ്മ തിരിച്ചു കിട്ടുകയും 40% അവൾക്ക് ശരീരത്തിൽ ആരോഗ്യം തിരിച്ചു കിട്ടുകയും എഴുന്നേറ്റ് ഇരിക്കുന്ന തരത്തിലാവുകയും. പക്ഷെ ഒരു സൈഡ് ചരിയുമ്പോഴറിയാം ഈ ഫൈബ്രോഡ് മുഴ തള്ളി വരും. സത്യമാണ് പ്രിയപ്പെട്ടവർ പറയുന്നത്. ഒടുവിൽ ഞാൻ എൻ്റെ സ്വന്തം റിസ്കിൽ എഴുതി വെച്ച് ഈ കുന്നത്തുകാൽ വീട്ടിലേക്ക് വന്ന ഉടൻ ഞങ്ങളുടെ വെള്ളനാട് സഭയിൽ 21 days ഫാസ്റ്റിംഗ് ക്രമീകരിച്ചു. മുകളിലത്തെ നിലയാണ് ഞങ്ങളുടെ ചർച്ച ഇരിക്കുന്നത്. 11 സ്റ്റെപ്പ് കയറി 2 പേരുടെ സഹായത്തോടെ മുകളിൽ കൊണ്ടുവന്നിരുത്തി ആരാധന നടുവിൽ ഈ കന്നുമാമൂട് ദേവരാജൻ ബാസ്, ഇവിടെ പലർക്കും അറിയാം, കന്നുമാമൂട് ദേവരാജൻ ബാസ് പ്രസംഗിക്കാൻ വന്നു. പ്രസംഗത്തിൻ്റെ കൺക്ലൂഷനിൽ അദ്ദേഹം പറഞ്ഞു, എല്ലാവർക്കും എഴുന്നേൽക്കാം. എൻ്റെ വൈഫിന് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. 2 പേർ ഓടി വന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പി. അവൾ അന്നും ഇന്നും നിലത്തിരുന്ന് ആരാധിക്കുന്നയാളാണ്. ആരാധനയുടെ നടുവിൽ ശക്ത പ്രാർത്ഥന. ഇതിനിടയിൽ ഞാൻ പുൽപ്പിറ്റുന്നു, എൻ്റെ വൈഫിനെ ശ്രദ്ധിക്കുന്നു. ആ 21 days മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യയുടെ വിടുതലാണ്. യേശുപ്പച്ച, ഞാൻ ക്രിസ്തു എന്ന പാറയിൽ മറന്നിരിക്കുന്നു, എന്നെ ഹെൽപ്പ് ചെയ്യണമേ, പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞ് കരയുകയാണ്. ആ പ്രാർത്ഥനയുടെ നടുവിൽ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ അവളോട് ചോദിച്ചു, നീ എന്തിനാണ് കൈയടിച്ചത്? നിന്റെ ശരീരത്തെ നോക്കിക്കൂടെ? ഈ സ്റ്റിച്ച് ഇന്ന് രാവിലെയും ഇൻഫെക്ഷൻ തുടച്ച് വൃത്തിയാക്കിയിട്ട് വന്നതല്ലേ, നീ എന്തിനാ ഇത്രയും കൈയടിച്ച് ആരാധിച്ചത്? അവൾ പറഞ്ഞു, എൻ്റെ ഈ ഭാഗത്തുള്ള മുഴ അവിടെ ഇല്ലെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു. സത്യമാണ്, അന്ന് അപ്രത്യക്ഷമായി മാറി. ബൈബിൾ സാക്ഷി, ദൈവം സാക്ഷി, ആകാശവും ഭൂമിയും സാക്ഷി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ കുറച്ച് നാൾ മുമ്പ് ഞങ്ങൾ ഒരാളെ കടഞ്ഞപ്പോൾ അന്ന് വെന്റിലേറ്റർ ഐസിലുണ്ടായിരുന്ന ഒരു നേഴ്സ് ഓടി വന്ന് എൻ്റെ വൈഫിൻ്റെ കൈ പിടിച്ചു, അയ്യോ മിനി ഇപ്പോഴുണ്ടോ എന്നറിയാതെ ചോദിച്ചു പോയി. ഇന്ന് എൻ്റെ വൈഫ് എന്നെക്കാൾ ആരോഗ്യത്തോടെ യേശുവിനെ പ്രസംഗിക്കുന്നു. ഇന്ന് വരെ 13 വർഷമായി ഒരു ചികിത്സയും ചെയ്തിട്ടില്ല. ആ മുഴ അപ്രത്യക്ഷമായി. ഇന്ന് രാത്രി തകർന്നിരിക്കുന്ന സഹോദരങ്ങളെ, ആശുപത്രി കൈവിട്ടവര്, ക്രിസ്തു എന്ന പാറയ്ക്കകത്ത് രോഗബന്ധനമടിക്കുന്ന പ്രൊട്ടക്ഷൻ ഉണ്ട്. കരമടിച്ച് ആത്മാവ് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി അത്ഭുത രോഗസൗഖ്യങ്ങൾ ഈ ഗ്രൗണ്ടിൽ നടക്കും. പോരാ ഈ ശബ്ദസീമയിൽ വീടുകളെ ശ്രദ്ധിക്കുന്ന ആളുകളെ സൗഖ്യമാക്കാൻ ഈ വചനത്തിന് ശക്തി കൊണ്ട് ഈ രാത്രി വിശ്വസിക്ക്. ക്രിസ്തു എന്ന പാറയ്ക്കകത്ത് നിനക്ക് കരുതലും സംരക്ഷണമുണ്ട്. ഹല്ലേലൂയ. 3-ാമത്തെ സാറ് പഠിപ്പിക്കുന്നു വെട്ടുക്കിളിയെ കണ്ടിട്ടുണ്ടോ? സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായതാണ്. കോവിഡിന് മുൻപ് ആന്ധ്രാപ്രദേശിലൊക്കെ ലക്ഷക്കണക്കിന് 1000കണക്കിന് വെട്ടുക്കിളി ഇറങ്ങി ആളുകളുടെ കൃഷികൾ നശിപ്പിച്ചത്. കുറച്ച് ദിവസം മുമ്പ് ഞാൻ രാവിലെ പ്രഭാതത്തിൽ 5:30 ഹാളിൽ വന്നപ്പോൾ എന്തോ ഒരു സാധനം ഇങ്ങനെ എൻ്റെ മണ്ടയിൽ കൂടെ ചാടി. ഞാൻ തോർത്തുകൊണ്ട് അതിനെ അടിച്ചിട്ട് നോക്കിയപ്പോൾ വെട്ടുക്കിളി. ഞാനെടുത്ത് ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട് എൻ്റെ മൊബൈലിൽ. ഒരു വെട്ടുക്കിളി
വെട്ടിക്കിളി സാധാരണ, വെട്ടിക്കിളി എന്ന് പറഞ്ഞാൽ പച്ച വിട്ടിൻ്റെ വലുതാണ്, രണ്ട് ചിറക് കാണും, മനസ്സിലാവുന്നുണ്ടോ? സ്വതന്ത്രം. വെട്ടിക്കിളി സാധാരണ ഉള്ളത് പാലസ്തീൻ നാടുകളിലാണ്. ഇത് ഒരുമിച്ചിങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ 1000-1000-ആയും 10,000-10,000-ആയിട്ട് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു പച്ച മേഘം പോകും പോലെ തോന്നും. നിങ്ങൾ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ഇതിന് ലീഡറില്ല, ഇതിന് പാസ്റ്ററില്ല, റാണിയില്ല, സെൻട്രൽ പാസ്റ്ററില്ല, നേതാവില്ല. പക്ഷെ അവർ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് ലീഡറില്ലെങ്കിലും ഞങ്ങൾ അണിയണിയായി പുറപ്പെടുന്നു. നമ്മുടെ അയൽക്കൂട്ടത്തിൽ സെക്രട്ടറി ഉണ്ട്, പ്രസിഡൻ്റ് ഉണ്ട്, ട്രഷറുണ്ട്, എന്നിട്ടും അടിയാണ്. എല്ലായിടത്തുമല്ല. നമ്മുടെ പലയിടത്തും പാസ്റ്ററുണ്ട്, സെൻട്രൽ പാസ്റ്ററുണ്ട്, എന്നിട്ടും പലയിടത്തും വഴക്കാണ്. നമുക്കിവിടെ മുഖ്യമന്ത്രിയുണ്ട്, പിന്നെ പ്രതിപക്ഷ നേതാവുണ്ട്, എന്നിട്ടും നമ്മുടെ കേരളം ശരിയാകുന്നില്ല. എന്തൊരു കട്ടമല്ലേ. പക്ഷെ വെട്ടിക്കിളി പഠിപ്പിക്കുന്നു ഞങ്ങൾക്ക് റാണിയില്ല, ലീഡറില്ല, പക്ഷെ ഞങ്ങൾ ഐക്യതയോടെ ജീവിക്കുന്നു. നിങ്ങൾ ഐക്യതയുള്ളവരായി ജീവിക്കണം. കരവീർത്തി രാമൻ പറഞ്ഞാട്ടെ. ഫസ്റ്റ് യൂണിറ്റി, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാം. ഒന്നാമത്തെ ഐക്യത ഫാമിലി ലൈഫ്, കുടുംബജീവിതം, ഭാര്യ ഭർത്തൃ ബന്ധത്തിലുള്ള ഐക്യത. ഭാര്യയും ഭർത്താവിനുള്ള ഐക്യത ദാമ്പത്യ മേഖലയിലാണ് അധികം കാണുന്നത്. നമ്മുടെ നാട്ടിൽ പലരുടെയും ദാമ്പത്യ ബന്ധങ്ങൾ തകർന്നു കിടക്കുകയാണ്. സംശയ രോഗങ്ങൾ, ഭാര്യ ഭർത്താവിനെ സംശയിക്കുന്നു, ഭർത്താവ് ഭാര്യ സംശയിക്കുന്നു. ഇവർ തമ്മിൽ രാത്രി കിടക്കറയിൽ പ്രശ്നമുണ്ടാകുന്നു. ഒരുമിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നവർ, ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടിരുന്നവർ ഇപ്പോൾ രണ്ട് മേഖലയിലായി. ഒരു വീട്ടിലാണ് താമസമെങ്കിലും രണ്ടടുക്കള. ഒരു വീട്ടിലാണ് താമസമെങ്കിലും ചില സഹോദരന്മാർ വീട്ടിൽ നിന്ന് കഴിക്കില്ല, ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന തട്ടുകട ആശാന്മാർ ഇതിനെ തിരിപ്പുണ്ട്. ആരും ഒന്നും മിണ്ടുന്നില്ല. പിന്നെ ചില സഹോദരിമാർക്ക് ഒരു സമയം കഴിഞ്ഞ പിന്നെ ഭർത്താവിനെ വേണ്ട. ഇടയ്ക്കൊരു അച്ഛൻ പറഞ്ഞ പോലെ ഭർത്താവ് പിന്നെ ഇച്ഛിച്ചിയാണ്. ഇടയ്ക്ക് അന്യഭാഷ പറയുന്ന ഒരു സഹോദരി പറഞ്ഞു പോലും, മനുഷ്യ അങ്ങോട്ട് മാറി കിടക്കും, മനുഷ്യ ഉടമല ശാന്തൽ പിടികിട്ടി കാണും. നിങ്ങൾക്ക് ഞാൻ വിവരിക്കുന്നില്ല, ഇതൊരു പൊതുവേദിയാണ്. എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിൻ്റെ അകത്ത് ഐക്യതയില്ലാതെ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കില്ല. ഈ കൺവെൻഷൻ നാട്ടുകാരും സഭക്കാരും അറിയണം, പെന്തക്കോസുകാരും കൂടെ അറിയണം. ഫാമിലിക്കകത്തുള്ള ഐക്യതയാണ് സ്വർഗരാജ്യത്ത് നമ്മെ കൊണ്ടെത്തിക്കുന്നത്. രണ്ടാമത്തെ ഐക്യത മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഐക്യത. ഇന്നത്തെ സമൂഹത്തിൽ ഒരല്പം മീശ കുരുത്താൽ പിള്ളേരെ പിടിക്കാൻ 4 പേര് വേണം. ഒരുപാട് പിള്ളേർ ഇവിടെ ഇല്ല, യൗവനക്കാർ ഇവിടെ ഇല്ല. എന്താ കാര്യം എന്നറിയാമോ? വിളിച്ചാൽ വന്നില്ല. അമ്മ പൊയ്ക്കോ, ഞാൻ ഇവിടെ നിന്ന് കേട്ടോളാം. അമ്മ മൊബൈലിൽ കളിച്ച് വിട്ടിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? എന്താ കാര്യം എന്നറിയാമോ? തലമുറകൾ. എൻ്റെ അപ്പന് 77 വയസ്സായി, 76 കഴിഞ്ഞു. അമ്മയ്ക്ക് 66 വയസ്സായി. ഇന്ന് വരെ എൻ്റെ പപ്പയോട് ഞാൻ വഴക്കുണ്ടാക്കിയിട്ടില്ല. എത്ര പേർക്ക് പ്രാഗൽഭ്യമുണ്ട് ബൈബിളെടുത്ത് പറയാൻ? സ്തോത്രമൊക്കെ പോണ പോക്ക് നോക്ക്. അതുകൊണ്ട് ദൈവം എന്നെ ഉയർത്തി, ഒരുപാട് ഉയർത്തി. നിനക്ക് നന്മയുണ്ടാവാനും ഭൂമിയിൽ ദീർഘായുസോടിരിക്കാനും അപ്പനമ്മയെ ബഹുമാനിക്കേ, പ്രായമുള്ളവരെ ബഹുമാനിക്ക്. കിളവെന്ന് വിളി നിർത്തേ. സഹോദരി, നല്ലൊരു ഭർത്താവിന് നിനക്ക് കിട്ടിയത് ഇങ്ങനൊരു കിളവനും കിളവയും ഉണ്ടായതുകൊണ്ടാണ്. നിനക്ക് നല്ലൊരു ഭാര്യ കിട്ടിയത് ഒരു കിളവനും കിളവയും ഉണ്ടായതുകൊണ്ടാണ്. കല്യാണം കഴിയുന്നത് വരെ ഒരപ്പനും ഒരമ്മയും, കല്യാണത്തിന് ശേഷം 2 അമ്മയും 2 അപ്പനും. മറക്കരുത്. അപ്പച്ചന്മാർ പ്രാർത്ഥിക്കുന്നു, ദൂത് വെളിപ്പെടട്ടെ. സമയമില്ല. പിന്നെ ചില അപ്പച്ചന്മാരും അമ്മച്ചിമാരും ചില പിള്ളേരെ ജീവിക്കാൻ സമ്മതിക്കൂല. അതും സൂക്ഷിക്കണം. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ ഐക്യത ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ഐക്യത സമൂഹത്തിലെ ഐക്യത. നാട്ടുകാരെ സ്നേഹിക്കണം. നമ്മുടെ വീട്ടിലൊരു നെളിവ് കേട്ടാൽ പള്ളിയിലെ അച്ഛനും ഉപദേശമൊക്കെ വരുമ്പം താമസിക്കും. ബാസും വരുമ്പം ആദ്യം ഓടി വരേണ്ടത് അപ്പുറത്തെ വീട്ടുകാരാ. ഞാൻ പറഞ്ഞില്ലേ, ISROയിലെ ഉദ്യോഗസ്ഥനും ഭാര്യയും കഴുത്തറുത്ത് മരിച്ചിട്ട് ഒരെണ്ണം അനങ്ങിയില്ല. കാരണം അവരാർക്കും അറുത്ത കൈക്ക് ഉപ്പ് വയ്ക്കില്ല. കോടികളുണ്ട്. ഗേറ്റും പൂട്ടും, മീൻ വാങ്ങും, ഉടനെ ഗേറ്റ് പൂട്ടും, ഭിക്ഷക്കാർ വരാതിരിക്കാൻ. സ്വാർത്ഥ ചിന്തകർ. അതുകൊണ്ട് പോലീസ് വന്നാണ് ചവിട്ടി. ഒരു മനുഷ്യൻ അതിനകത്ത് കയറിയില്ല. ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. സമൂഹത്തിൽ നാട്ടുകാരെ സ്നേഹിക്കുന്നവരാണ് ദൈവദാസൻ. അതുകൊണ്ടാണ് ഈ കിഷോർ ബ്രദറും ഇവിടുത്തെ വിനീത് വാസൻ ഞങ്ങളൊക്കെ റോഡിൽ പോകുമ്പോൾ സഹോദരന്മാരെ കാണുമ്പം ചുമ്മാതെങ്കിലും പ്രൈസ് ദി ലോർഡ് പറയുന്നത്. സുഖാണോ ബ്രദറെ? അവർ ചോദിക്കും, അയ്യേ ഇങ്ങനെ എന്തിനും എൻ്റെ അടുത്ത് ചോദിക്കും, ഇയാൾക്ക് എന്നെ അറിയാമോ? അയ്യോ അറിയില്ലെങ്കിലും ഞങ്ങൾക്കൊരു ദൈവസ്നേഹമുണ്ട്. നാളെ എവിടെയെങ്കിലും ഞങ്ങൾ വീണ് കിടന്നാൽ ഞങ്ങളെ എടുക്കണം ചിലപ്പോൾ നിങ്ങളായിരിക്കും. ഹലോ, സമൂഹത്തിന് എല്ലാവരെയും സ്നേഹിക്കുന്ന ഐക്യതയുള്ള ഒരു തലമുറയെ ഈ പനയമൃതയും അന്വേഷിക്കുകയാണ്. എല്ലാവരും മതിൽ കെട്ടി, വീട് വെച്ച് മതിൽ കെട്ടുന്ന തെറ്റൊന്നുമില്ല. മതിൽ കെട്ടണം, പട്ടി കയറാതെ, നായി കയറാതെ മതിൽ കെട്ടണം, കുറുക്കം കയറാതെ മതിൽ കെട്ടണം.
ക്ഷുദ്രജീവി കയറാതെ മതിൽ കെട്ടണം. പക്ഷേ ആ മതിൻ്റെ അകത്ത് വീട് ഒതുങ്ങരുത്. സമൂഹത്തിൽ പണ്ട് മുത്തശ്ശിക്കഥ പറയുന്ന എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് എല്ലാവരും തമ്മിൽ പിണക്കങ്ങളും, ഒരുത്തൻ്റെ ഉയർച്ച കണ്ടാൽ മറ്റവനെ ശൂദ്രം ചെയ്ത് തകർക്കണം, ഒരുത്തൻ വീട് വെച്ചാൽ അവനെ ആഭിചാരം ചെയ്ത് കൊല്ലണം, ഒരുത്തൻ്റെ മക്കൾ വിദ്യാഭ്യാസം ഉയർന്ന കൈവശം കൊടുത്ത് തകർക്കണം, ഒരുത്തൻ വസ്തു മേടിച്ചാൽ ആ വസ്തുവിനകത്ത് ജീവിക്കാൻ അനുവദിക്കാതെ മന്ത്രവാദിനെടുത്ത് പോകണം. എന്തൊരു കട്ടറയല്ലേ ഇന്ന് രാത്രി! എല്ലാം വച്ചുമതിയാക്കിയിട്ട് എല്ലാവരെയും സ്നേഹിക്കാൻ ഐക്യതയുള്ള തലമുറ. ഹല്ലേലൂയ. മൂന്നാമത്തെ അധ്യാപകൻ പല്ലിയാണ്. പല്ലി നമ്മെ പഠിപ്പിക്കുന്നത്, പല്ലിയെ കണ്ടിട്ടുണ്ടോ? മിക്സർ ആപ്പേറ്റർ പല്ലിയെ കണ്ടിട്ടുണ്ടോ എന്നോ? പല്ലി തോരൻ കഴിച്ചിട്ടുണ്ടോ? കേട്ടപ്പോൾ തന്നെ ഒരുമാതിരിയായി. നോർത്ത് ഇന്ത്യയിലൊക്കെ പല്ലി തോരൻ കഴിക്കുന്ന ആളുകളുണ്ട്. ആഫ്രിക്കയിലൊക്കെ വലിയ അട്ടയെ പിടിച്ച് അതിൻ്റെ മുകൾ ഭാഗം കൊട്ടുമ്പോൾ തല തെറിച്ചു പോകും. അതിനെ സിപ്പപ്പ് പോലെ കുടിക്കുന്ന ആൾക്കാർ ആഫ്രിക്കയിൽ ഇപ്പോഴും ഉണ്ട്. കേട്ടപ്പോൾ കൊതിയാവുന്നെങ്കിൽ വീട്ടിൽ പോയിട്ട് പരീക്ഷിച്ചു. മനസ്സിലാവുന്നുണ്ടോ? ഞങ്ങളുടെ ഒരു പാസ്റ്റർ UP-യിൽ ഒരു ഉൾഗ്രാമത്തിൽ ആദിവാസി കോളനിക്കകത്ത് സുവിശേഷം പറയാൻ പോയി. മുട്ട പുഴുങ്ങി അവിടെ കൊണ്ടുവച്ച്. മുട്ട കഴിക്കാതിരിക്കാൻ പറ്റില്ല. അവർ പറയും ഞങ്ങളുടെ വീട്ടിൽ വന്ന് മാത്രം കഴിക്കില്ല, നിങ്ങൾ വലിയ കേരളക്കാരാണ്. മലയാളിയാണ് തിരുവനന്തപുരത്ത്. അവിടെ ചെന്നപ്പോൾ മുട്ടയിൽ നിറയെ അഴുക്കിരിക്കുകയാണ്. മുട്ടയിൽ നിറയെ അഴുക്ക്. അപ്പോൾ അവിടുത്തെ കുടുംബനാഥൻ പറഞ്ഞു, എടി ആ മുട്ടയിൽ അഴുക്കിരിക്കുന്നു, പാസ് കഴിക്കൂല. അവൾ ആ മുട്ടയെടുത്ത് തുപ്പിയിട്ട് തുടച്ചു വെച്ചു. അതാണ് അവിടുത്തെ ശീലം. തുപ്പൽ കൊണ്ടാണ് വൃത്തിയാക്കുന്നത്. ഉപദേശി കഴിക്കാതിരിക്കുമ്പോൾ കഴിച്ച് വെളിയിൽ പോയി ഛർദ്ദിച്ചു. അങ്ങനെയുള്ള സ്ഥലമുണ്ടേ. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. കുറച്ച് കാര്യം എനിക്ക് നേരിട്ടറിയാം. ഇന്ത്യയുടെ പല സംസ്ഥാന യാത്രയിലൂടെ കൃപയാൽ കേൾക്കുക. അപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പല്ലി വലിയ പല്ലിയാണ്. പല്ലിയെ കൈകൊണ്ട് പിടിച്ചാൽ, ഞാൻ അറിയാതെ ഡോർ തുറക്കുമ്പോഴൊക്കെ പിടിച്ചിട്ടുണ്ട്. അറിയാതെ പല്ലി ചെയ്യുന്നത് എന്തെന്നറിയാമോ? വാല് മുറിച്ചിട്ടോടും. വാല് മുറിച്ചിട്ടോടുന്ന പല്ലി ഒരു സന്ദേശം പറയുന്നത് കേട്ടിട്ടുണ്ടോ? നിനക്ക് എൻ്റെ വാലല്ലേ വേണം, എടുത്തോടി, ഞാൻ എൻ്റെ ജീവനും കൊണ്ട് പോവുക. ഇങ്ങനെ ഒറ്റപ്പോക്ക്. എങ്ങോട്ടാണ്? ആ വാക്യത്തിലുണ്ട്, രാജാക്കന്മാരുടെ അരമനയിലേക്ക്. പൗലോസ് പറയുന്നു, പിമ്പിലുള്ളതിനെ മറന്ന്, പിമ്പിലുള്ളത് വാലാണ്, മുൻപിലുള്ളതിനായി നിത്യജീവനായി ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൻ്റെ പരമയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. അതിനാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന സ്വർഗം. ഹല്ലേലൂയ. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ജീവനുള്ള ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെല്ലാം ഈ സത്യദൈവത്തെ സേവിക്കാൻ ഇറങ്ങി. ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, മരണത്തിനപ്പുറമുള്ള സ്വർഗരാജ്യം പ്രാപിക്കുക. ഹല്ലേലൂയ. ഞങ്ങളൊക്കെ പാടാറുണ്ട്, പാളയത്തിനപ്പുറത്ത് കഷ്ടമേൽക്കുക നാം, പാടുപെട്ട യേശുവിൻ്റെ നിന്ദയെ ചുമക്കാൻ. എന്താ കാര്യമെന്നറിയാമോ? മുത്തുമണിമയമായി വിളങ്ങുന്ന വീതി സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിതമായ കൊട്ടാരത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഒരു വീട് വെച്ചത് എത്ര മാസം കൊണ്ടാണ്? കാശുള്ള ആളിനോട് ചോദിക്കുന്നു. കാശ് ഉണ്ടായിരുന്നു, ലോൺ അല്ലെങ്കിൽ, പഞ്ചായത്തിലെ വീടല്ലെങ്കിൽ 6 മാസം ഉണ്ടെങ്കിൽ 3500-4000 സ്ക്വയർ ഫീറ്റ് വീട് പണിയാം. കേരളത്തിലെ ഏറ്റവും വലിയ സഭയാണ്, കേരളത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സഭയാണ് പാറശാലയുള്ള യഹോവ നിസി സഭ. ആ സഭയിൽ പല പ്രാവശ്യം പ്രസംഗിക്കാൻ കർത്താവ് അവസരം ഒരുക്കി. ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ഞാൻ പാസേ ഇത്രയും വലിയ ബിൽഡിംഗ് പണിയാൻ എത്ര നാളെടുത്തു? അദ്ദേഹം പറഞ്ഞു 1.5 വർഷം എടുത്തുള്ളൂ. ഞാൻ അന്തം അകവാള് വെട്ടിപ്പോയി. 1.5 വർഷം കൊണ്ട് ഇത്രയും വലിയ ബിൽഡിംഗ് പണിതോ? അകവാള് വെട്ടിപ്പോയി. ഞാൻ അവിടെ നിന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എന്തെന്നറിയാമോ? 2000 വർഷമായിട്ടും സ്വർഗത്തിലെ വീട് പണി തീർന്നിട്ടില്ല. നമുക്ക് മനസ്സിലായില്ലല്ലേ? അപ്പം നിങ്ങൾ അവിടെ സമരമായിരിക്കും. അത് കമ്പി സിമെൻറ്റും. അയ്യോ, അത് കൈപ്പണിയല്ലാത്ത കെട്ടിടമാണ്. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ കിഷോർ പാസ് വീട്ടിലേക്ക് ഞാൻ ഇന്ന് രാത്രി വന്നു താമസിക്കുന്നു എന്നിരിക്കട്ടെ, എനിക്ക് നല്ല റൂമൊക്കെ തരും, ഏറ്റവും നല്ല ബെഡ്ഷീറ്റ്, ഏറ്റവും നല്ല തോർത്ത്, നല്ല പുതിയ സോപ്പൊക്കെ തരും. ദൈവദാസന്മാരെ അങ്ങനെയാണ് ആളുകൾ ആദരിക്കുന്നത്. എൻ്റെ വീട്ടിൽ വന്നാലും നാളെ രാവുമ്പോൾ അദ്ദേഹം കാപ്പി കൊണ്ടുവരും. ഉച്ചയായപ്പോൾ അദ്ദേഹം എനിക്ക് പാസ് എപ്പോൾ പോകും എന്നൊക്കെ ചോദിച്ച് തുടങ്ങും. എന്നാലും ചോറൊക്കെ തരും. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് അദ്ദേഹം പാസ്സൊക്കെ ഇന്ന് മീറ്റിംഗ് ഇല്ലേ എന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയുന്നത് പാസ്സൊക്കെ എന്തുവേണം, ചപ്പാത്തി വേണോ? തരും. രാത്രി ബെഡ്റൂമിൽ ചെല്ലും അദ്ദേഹത്തിൻ്റെ ഫാമിലിയോടെ പറയും, പാസ്റ്റ് പോണില്ലേ എന്തോടി? ഞാൻ വിചാരിച്ച് ഇന്ന് രാവിലെ പോയില്ല. 3 ദിവസമായി 4 ദിവസമായപ്പോഴത്തേക്ക് വാക്ക് തർക്കമാവും.
പിന്നെ വൈദ്യപാസ് എന്ന പദവിയൊക്കെ പോവും. പിന്നെ ഞാനും അദ്ദേഹം അടിച്ച് ഞാൻ ജയിച്ചാൽ അദ്ദേഹം ഇവിടെ പോലീസ് സ്റ്റേഷനും കോടതി ഉപയോഗിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എന്നെ നിത്യമായി അദ്ദേഹം പാർപ്പിക്കില്ല. എൻ്റെ വീട്ടിൽ ഞാനും മറ്റൊരാളെ നിത്യമായി പാർപ്പിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ? ഇവിടുത്തെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഒരു സുരേഷ് കുമാർ, ഒരു പ്രാന്തൻ, അവന് വേണ്ടി ഭൂതമൊഴിപ്പിക്കാൻ കർത്താവിനെ കൊണ്ടുപോയി കേട്ടോ. സുരേഷ് കുമാർ കയറിയിരുന്നപ്പോൾ അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. അവൻ മാനസികരോഗിയായിരുന്നു. ഇവിടുത്തെ വില്ലേജ് ഓഫീസറുടെ കസേര ഒരുത്ത ഇരുന്നാൽ പിന്നെ അവൻ നാളെ സ്റ്റേഷനിലോ ജയിലിലോ ആയിരിക്കും. പക്ഷെ യേശു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ, കൊട്ടാരമൊരുക്കിയാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്, അത് പറയുമ്പോൾ രോമാഞ്ചങ്ങൾ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ പിന്നെയും വന്ന് യേശു ക്രിസ്തു മടങ്ങി വരും. യേശുവിൻ്റെ വരവിന് രണ്ട് ഭാഗങ്ങൾ, ഒന്ന് രഹസ്യവരവ്, മറ്റൊന്ന് പരസ്യവരവ്. മേഘപ്രത്യക്ഷത, മഹത്വപ്രത്യക്ഷത. മേഘപ്രത്യക്ഷതയിൽ യേശു ക്രിസ്തു വരുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 4:16 വാക്യങ്ങൾ, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം എല്ലാവരും അവരുടെ ഒരുമിച്ച് ആകാശവിധാനത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം ഇങ്ങനെ എപ്പോഴും കർത്താവിനോട് കൂടി ഇരിക്കും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവിൽ കണ്ണ് ഇമയ്ക്കുന്നതിനിടയിൽ ലക്ഷണങ്ങളൊക്കെ ആയിക്കഴിഞ്ഞു. യെരൂശലേം ദൈവാലയം പണിയാനുള്ള സംവിധാനമായി. യഹൂദൻ ഇസ്രായേൽ തളർത്തു. അത്തി തളർക്കുമ്പോൾ, വേനലെടുക്കുമ്പോൾ അറിയണം കർത്താവിൻ്റെ വരവിൻ്റെ വാതിൽക്കലാണ് യേശുവിൻ്റെ വരവ്. കേൾക്കുക, ശ്രദ്ധിക്കുക ദൈവമക്കളെ. ഈ വരവിൽ മരിച്ച വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. കൂടെ ജീവനോടെ ശേഷിക്കുന്ന വിശുദ്ധന്മാർ തേജസ്കരിക്കപ്പെട്ടെടുക്കപ്പെടും. ഈ ഭൂമിയെ പ്രകാശിപ്പിക്കുന്ന ആത്മീയ വെളിച്ചം ദൈവസഭയായതുകൊണ്ട് ഇവിടെ നിന്ന് സഭയാകുന്ന വെളിച്ചം ഇവിടെ നിന്ന് പോയാൽ പിന്നെ ഈ ഭൂമി ആത്മിക അന്ധകാരത്തിനകത്താകും. അധർമ്മമൂർത്തി എന്നൊരു മനുഷ്യൻ, ഒരു എതിർ ക്രിസ്തു ഇവിടെ എഴുന്നേൽക്കും. 7 വർഷം അവരിവിടെ ഭരിക്കും. ഭരിച്ചിട്ട് 666 മുദ്രയൊക്കെ സമ്പൂർണ്ണമായിട്ട് കൊണ്ടുവരും. മുദ്ര ഇവിടെ വന്നു കഴിഞ്ഞു. പല രാജ്യങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട് മുദ്ര വന്നു കഴിഞ്ഞു. മുദ്ര ശരീരങ്ങളിൽ പതിപ്പിച്ച് കഴിഞ്ഞു. ഇവിടുത്തെ ബാർകോഡ് സിസ്റ്റവും നാനോ ടെക്നോളജിയും കമ്പ്യൂട്ടർ സിസ്റ്റമൊക്കെ അതിന് മുന്നോട്ടുള്ള സംവിധാനങ്ങളാണ്. മെഡിക്കൽ സയൻസ് വരെ ഇതാ ജപ്പാനിലൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞു. ഓൺലൈൻ ട്രീറ്റ്മെൻറ്റ് സംവിധാനം. OP ടിക്കറ്റ് എടുക്കേണ്ട, ബൈബിൾ പണ്ട് എഴുതി വെച്ചു, OP ടിക്കറ്റ് എടുക്കേണ്ട, ആശുപത്രിയിൽ പോണ്ട, വീട്ടിൽ ഇരുന്ന് മൊബൈൽ ഫോൺ വഴി നമുക്ക് നമ്മുടെ ശരീരത്തിലെ അളവുകൾ, ബ്ലഡിൻ്റെ അളവ് നോക്കാം, മീൻസ് ഷുഗറിൻ്റെ BP-യുടെ അളവ് നോക്കാം. മൊബൈൽ ഫോൺ വഴി നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. ആശുപത്രി ഡോക്ടറുടെ ഹെൽപ്പ് വേണ്ട, കമ്പ്യൂട്ടർ മരുന്ന് നിർദ്ദേശിക്കും. നിങ്ങളുടെ ശരീരത്തിലെ അളവ്, രോഗത്തിൻ്റെ അളവത്ര, അത് നിങ്ങളുടെ ശരീരത്തിൽ നെറ്റിയിലോ കൈവെള്ളയിലോ ഒരു ചിപ്പ് പതിപ്പിക്കണം. ചിപ്പെന്ന് പറഞ്ഞാൽ ഒരു സിം കാർഡ് പോലെ ഇരിക്കുന്ന ഒരു സാധനമല്ല, അതൊരു ദ്രാവകമാണ്. ഇന്ത്യയിൽ മൊട്ടറോള കമ്പനിയാണ് ആദ്യത്തെ മൊബൈൽ ഫോൺ കമ്പനി. ശ്രദ്ധിച്ച് കേൾക്കണം, 2-3 മിനിറ്റ് കൂടെ പെട്ടെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്ത്യയിൽ മൊട്ടറോള കമ്പനിയാണ്. ആ മൊട്ടറോള കമ്പനിയാണ് സ്തോത്രം ഒരു സിറിഞ്ച് പുറത്തിറക്കിയത് 1998 മെയ് മാസം 28 മുൻ കോൺഗ്രസ് ബഹുമാനപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ മാതാവ്, രാജീവ് ഗാന്ധിയുടെ ഭാര്യ പ്രിയങ്കരിയായ സോണിയാഗാന്ധി ഡൽഹിയിൽ ആ സിറിഞ്ച് ഉദ്ഘാടനം ചെയ്തു. അവർക്കോർവ് അറിയില്ല ഇതെന്തിനായിരുന്നു എന്ന്. നിങ്ങൾ പഠിക്കുന്നവരുണ്ടെങ്കിൽ www.verychip.com എന്ന സൈറ്റ് ഓപ്പൺ ചെയ്യാൻ കാണാൻ പറ്റും. അതൊരു സിറിഞ്ചാണ്. ആ സിറിഞ്ചിൽ ഒരു പ്രത്യേക നാനോ ടെക്നോളജി ദ്രാവകം മനുഷ്യൻ്റെ ശരീരത്തിൽ കുത്തിവെക്കുമ്പോൾ നെറ്റിയിലോ കൈവെള്ളയോ ഇത് വന്നടിഞ്ഞാൽ മനുഷ്യൻ്റെ ശരീരത്തിൽ നെറ്റിയിലോ കൈവെള്ളയിലോ ഒരു ബാറ്ററിയുടെ, ഒരു വാച്ചിൻ്റെ ബാറ്ററി ഘടിപ്പിച്ചാൽ അത് റീചാർജബിൾ ആകുമെന്ന് ഈ കഴിഞ്ഞ 7 വർഷത്തിന് മുമ്പ് പത്രം കെട്ടിയത് വെച്ചിട്ടുണ്ട്. മനോരമ പത്രത്തിൽ വന്നു, മനുഷ്യൻ്റെ ശരീരത്തിൽ 2 സ്ഥലത്ത് വാച്ചിൻ്റെ ബാറ്ററി വെച്ചാൽ റീചാർജബിൾ ആകും ഓട്ടോമാറ്റിക്കലി. പക്ഷെ ബൈബിളിൽ പണ്ട് എഴുതി വെച്ചു, 2000 വർഷത്തിന് മുമ്പ് എഴുതി വെച്ചു, മനുഷ്യന്റെ ശരീരത്തിൽ നെറ്റിയിലോ കൈവെള്ളയിലോ അത് പതിക്കണം. എത്ര കറക്റ്റാണ് ബൈബിൾ. എല്ലാവരും അന്തം വിട്ടിരിക്കുകയാണ്. ഇത് പതിപ്പിക്കും. കമ്പ്യൂട്ടർ എന്ന വാക്ക് നിങ്ങൾ എഴുതി നോക്കണം, മോളിൽ താഴോട്ട് എഴുതണം. കമ്പ്യൂട്ടർ, COMPUTER. എന്നിട്ട് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ അക്ഷരങ്ങളെ നിങ്ങൾ 6 കൊണ്ട് ഗുണിക്കണം. ABC, അതിൽ ആദ്യത്തെ അക്ഷരം C ആണ്. C 3 × 6 = 18. അങ്ങനെ 6 കൊണ്ട് നിങ്ങൾ ഗുണിച്ച് കിട്ടുന്ന ഉത്തരം ഒരുമിച്ച് എഴുതി നോക്ക്. കിട്ടും ഉത്തരം 666. കറക്റ്റായ സംഭവമാണ്. എന്ന് പറഞ്ഞാൽ ഈ 666 മുദ്ര പതിപ്പിക്കേണ്ട സംവിധാനം ഇവിടെ ആയിക്കഴിഞ്ഞു. ഇനി ഒന്നേന്ന് റെഡിയാക്കേണ്ട കാര്യമില്ല.
ഡിജിറ്റലൈസേഷൻ സംവിധാനം അതിലേക്ക് വഴി വന്നു. സമയം തീർന്നു. ദൈവത്തിന് സ്തോത്രം. 7 വർഷത്തെ മഹാപീഡന കാലത്തിനൊടുവിൽ യേശുക്രിസ്തു വിശുദ്ധന്മാരുമായി മധ്യാകാശത്തിൽ വരും. പരസ്യമായി ഭൂമിയിലേക്ക് വരും. ജെറുസലേം ജെറുസലേം ഗേറ്റ് വഴി, ജെറുസലേം ഗേറ്റ് എന്നും ഗോൾഡൻ ഗേറ്റ് എന്നും ഈസ്റ്റ് ഗേറ്റ് എന്നും കിഴക്കേ വാതിലെന്നും കിഴക്കേൽ ഗോപുരം എന്നൊക്കെ ബൈബിൾ പറയുന്ന ആ വാതിൽ വഴി ഒലിവുമലയിലേക്ക് യേശുക്രിസ്തു വരും. ഒലിവുമല 2ആയി ഭാഗിക്കപ്പെടും. ഇതാ ശാസ്ത്രം തെളിയിച്ചിരിക്കുന്നു. ഒലിവുമലയിൽ ഒരു വലിയ വിള്ളൽ നിൽക്കുന്നു. എപ്പോഴും വേണം വിണ്ട് കീറാം. നിങ്ങൾ പഠിക്കുന്ന ആളുകൾക്കറിയാം, പ്രസംഗം കേൾക്കുന്ന ആളുകൾക്കറിയാം. വിക്കിപീഡിയ നിങ്ങൾ നോക്ക്. സ്തോത്രം. ഒലിവുമല 2ആയി കീറി നിൽക്കുകയാണ്. അവിടെ ഒരു താഴ്വര ഉളവായി വരും. 1000 ആണ്ട് ഈ ഭൂമിയെ ഭരിക്കാൻ രാജാവായ യേശുക്രിസ്തു വരികയാണ്. അവിടെ ഹർമ്മഗതയുദ്ധം നടക്കും. മനുഷ്യനെ വഞ്ചിച്ച പഴയ പാമ്പും മഹാസർപ്പമായ പിശാദിനെ അഗാധ കൂപത്തിലിട്ട് പൂട്ടും. വെളിപ്പാട് 20:1-9. എന്തിനാ ഉപദേശി 1000 വർഷം ഈ ഭൂമി ഭരിക്കുന്നത്? അതിനൊറ്റ മറുപടിയേ ഉള്ളൂ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പറഞ്ഞു, സ്തോത്രം, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്. നാൾ എന്ന് പറഞ്ഞാൽ 1000 വർഷമായിരുന്നു, ഒരു ദിവസമായിരുന്നില്ല. 1000 വർഷം ജീവിച്ച ഒരു മനുഷ്യനും ഉലകത്തിലില്ല. ആമേൻ. സങ്കീർത്തനം 90:2 പത്രോസ് 3:8 ഈ 2 വാക്കിൽ പറയുന്നു, 1000 വർഷമാണ് ദൈവത്തിന് ഒരു ദിവസം. 1000 വർഷമാകുന്ന ദൈവത്തിൻ്റെ ദൃഷ്ടിയിലെ ഒരു ദിവസം ഈ ഭൂമിയിൽ ജീവിക്കാൻ അനുവദിക്കാതിരുന്ന മഹാസർപ്പത്തെ ബന്ധിച്ചിട്ട് 1000 വർഷമാകുന്ന ആ ഒരു ദിവസം ഇവിടെ ഭരിക്കാൻ യേശുക്രിസ്തു ഇറങ്ങി വരും. കരങ്ങൾ ഉയർത്തി ഒരു പുക പോലെ മനസ്സിലാക്കിയാൽ മതി, സമയമില്ലാത്തതുകൊണ്ടാണ്. സ്തോത്രം. അത് കഴിഞ്ഞ് ഈ ഭൂമിയെ മൂലപദാർത്ഥങ്ങളെ കത്തി അഴിയുവാൻ ഏൽപ്പിക്കും. ചൂള പോലെ കത്തുന്നൊരു ദിവസം വരും. സ്തോത്രം ചെയ്യുന്നു. സകലവും നഷ്ടപ്പെടുത്തി വെള്ളസിംഹാസനവും ന്യായാസനവും എന്ന 2 കോടതികൾ ഉളവായി വരും. വെള്ളസിംഹാസന കോടതി ജാതികൾക്കും ന്യായാസന കോടതി ദൈവജനത്തിനും. ന്യായാസന കോടതിയിൽ ജീവപുസ്തകത്തിൽ പേരുള്ളവർക്ക് ജീവകിരീടം, വാടാത്ത കിരീടം, നീതിയുടെ കിരീടം, തേജസ്സിൻ്റെ കിരീടം, പ്രശംസ കിരീടം, 5 കിരീടങ്ങൾ ധരിപ്പിച്ച് അവരവരുടെ യോഗ്യത അനുസരിച്ച് കണ്ണുനീരില്ലാത്ത രാജ്യത്തിലേക്ക് നിത്യകാലം അവിടെ വാഴാൻ കയറ്റിവിടുമ്പോൾ വെള്ളസിംഹാസന കോടതിയുടെ മുമ്പിൽ മാനസാന്തരപ്പെടാത്ത, മുങ്ങി സ്നാനപ്പെടാത്ത, പുകവലിച്ച് നടക്കുന്ന, മദ്യപിക്കുന്ന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന, ചീത്ത വിളിക്കുന്ന, ശുദ്രപ്രദങ്ങളെ മന്ത്രവാദം ചെയ്യുന്ന, മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടി പദ്ധതി ഒരുക്കുന്ന, ആത്മഹത്യ ചെയ്യുന്ന സകല മനുഷ്യരും അവിടെ വരും. ആബാലവൃദ്ധജനം അവിടെ വരും. വെള്ളസിംഹാസന കോടതിയിൽ വിസ്തരിച്ചിട്ട് അവർ ചെയ്ത തെറ്റുകൾക്കനുസരിച്ച് നരകത്തിൻ്റെ അറകളിലേക്ക് അവരെ വലിച്ചെറിയും. അവിടെ കരച്ചിലും പലുകടിയും ഉണ്ടാകും. ബൈബിൾ പറയുന്നു, കെടാത്ത തീയും ചാകാത്ത പുഴുവുമാണ് നരകത്തിൻ്റെ അന്ത്യം. എന്തോ ഉപദേശി? കെടാത്ത തീക്കാത്ത ചാകാത്ത പുഴുവോ? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും ലോകത്തിലെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രമായ നാസയും തെളിയിച്ചിരിക്കുന്നു. 12 വർഷങ്ങൾ മുമ്പ് തെളിയിച്ചു. ഈ ഇടയ്ക്ക് പ്രാബല്യത്തിലേക്ക് വന്നു. ഭൂമിയുടെ 3 ഭാഗങ്ങൾ, ഭൂവൽക്കം, മാൻഡിൽ, അകക്കമ്പ്, ഉൾഭാഗം ലാവ കൊണ്ട് മറിയുന്നു, അഗ്നിസ്ഫോടനം കൊണ്ട് മറിയുന്നു. അതിനകത്ത് 6 ഇഞ്ച് നീളമുള്ള പുഴുക്കൾ കിടക്കുന്നു. നിങ്ങൾക്ക് യൂട്യൂബിൽ അതിൻ്റെ ദൃശ്യങ്ങളും അതിൻ്റെ പഠനങ്ങളും കാണാം. ഭൂമിക്കടിയിലുള്ള ദൃശ്യങ്ങൾ അവർ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ലാവയിൽ അഗ്നിസ്ഫോടനത്തിനകത്ത് തിളച്ചു പറഞ്ഞ അഗ്നിക്കകത്ത് പുഴുക്കൾ. ബൈബിൾ പണ്ടേ പഠിപ്പിച്ചു, അവർ ഇപ്പം കണ്ടുപിടിച്ചതേ ഉള്ളൂ. അഗ്നി നരകത്തിനകത്ത് പുഴുക്കളുണ്ട്. നിങ്ങൾക്ക് നരകം വേണമോ, പുഴുക്കൾ പുതപ്പാകണമോ, അതോ യേശുവിൻ്റെ കൂടെ യുഗായുഗം വാഴണമോ? ഇന്ന് രാത്രി എല്ലാ കണ്ണുകളും അടയ്ക്കാം. നമ്മൾ ഒരുമിച്ച് രാത്രി പ്രാർത്ഥിക്കാൻ